ഇപ്പോഴും അറിയാത്ത കാരണത്താൽ അജ്ഞാതമായൊരു പകയിൽ പാഞ്ഞെത്തിയ രാഷ്ട്രീയാധികാരി സർപ്പസമാനം ചീറ്റിയ വിഷവാക്കുകളിൽ ചിതറി അസ്തമിച്ചു പോയ അച്ഛന്റെ ഉദകക്രിയകൾക്ക് ചിതയ്ക്ക് തീ കൊടുത്തൊരു പെൺകുഞ്ഞിന്റെ ചിത്രം അച്ഛനുള്ളവർക്ക് മക്കളുള്ളവർക്ക് നീറ്റലാണത് മറക്കാവുന്നതാണോ? ആ വേദനയുടെ വൈകാരിക തുടർച്ചയിൽ അങ്ങോട്ടേക്ക് ഒന്നിന് പിന്നാലെ ഒന്നായി വണ്ടി പിടിച്ച രാഷ്ട്രീയ നേതാക്കൾ കുറ്റക്കാരെ വെറുതെ വിടില്ല. ഞങ്ങൾ നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പം എന്ന് ചുമ്മാ പറഞ്ഞ ആത്മാവില്ലാത്ത പടുവാക്കുകൾ, പൊട്ടിവീണ SIT, പാർട്ടി നടപടിയൊക്കെയും ബൈ ഇലക്ഷനിൽ ജനം കഴുത്തിന് പിടിക്കാതിരിക്കാനുള്ള പൊടിക്കൈകളാണ് നന്നേ കേട്ടതാണ്. അപ്പോഴൊക്കെ ഈ സർക്കാരിൽ അതിന്റെ പോലീസിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ച കുടുംബം അതങ്ങേയറ്റം പിൻവലിച്ചൊരു അവിശ്വാസപത്രം കോടതി സമക്ഷം സമർപ്പിക്കുന്ന വാർത്താദിനങ്ങളാണ്. ആ നാട്ടിൽ പാർട്ടി പടുക്കാൻ ആയുഷ്കാലങ്ങൾ ചങ്കുടി പിടിച്ച കുടുംബത്തിന് ഇപ്പോഴാണത് ബോധ്യപ്പെട്ടതെങ്കിൽ പാർട്ടിക്കോട്ടയിൽ ആ വനിതാ നേതാവിനെ പിടിക്കാതിരിക്കാൻ പോലീസിന്റെ കണ്ണുപൊത്തിക്കളിയിൽ കോടതി വടിയെടുത്തപ്പോൾ മാത്രം മറ്റു വഴികളില്ലാതെ പിടികൂടിയിട്ടും അകത്തായപ്പോൾ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയടക്കം പാഞ്ഞെത്തി ആശ്വസിപ്പിക്കലിൽ കേരളത്തിന് അന്നേ ബോധ്യപ്പെട്ടതാണ് ADMന്റെ കുടുംബത്തിനൊപ്പമെന്ന പാർട്ടി നിലപാട് കള്ളമാണ്, വ്യാജവാക്കാണ്, വഞ്ചന. കാളകൂടം കലക്കിയ വാക്കുകൊണ്ട് കൊലക്കയറിൽ കഴിമരം കയറ്റിയിട്ടും ഒരു പാവത്താന്റെ ഓർമ്മകളെ കളങ്കിതമാക്കാൻ, കള്ളനാക്കാൻ നടത്തിയ നെറികെട്ട നീക്കങ്ങളുടെ ശവഘോഷയാത്ര കണ്ടതാണ് കേരളം. ആ നീക്കങ്ങൾക്കൊരു തുല്യം ചേർത്ത് ജില്ലാ സെക്രട്ടറി പറയലാണ്. ADM കൈക്കൂലി വാങ്ങിയെന്ന് ഒരു കൂട്ടർ, വാങ്ങിയിട്ടില്ലെന്ന് മറ്റൊരു കൂട്ടർ. സഖാവെ ജയരാജ, നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്ന് ഗൂഢാലോചന പറഞ്ഞവർ 3 കൂട്ടരേ ഉള്ളൂ. ഒന്ന് പകമൂത്ത നേതാവ്, 2 പ്രശാന്തൻ. പിന്നെ എന്ത് പച്ചക്കള്ളവും ന്യായീകരിച്ചു മെഴുകാൻ നാണമില്ലാത്ത നട്ടല്ലൂരി അടിമക്കൂട്ടമല്ലാതെ ആ വ്യാജം കേരളത്തിലാരും പറഞ്ഞിട്ടില്ല. എഴുന്നള്ളിയെത്തിയ SIT അന്വേഷണ സംഘം പ്രാഥമിക തെളിവുകൾ ശേഖരിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, വേട്ടക്കൂട്ടത്തിന് കള്ളത്തെളിവുണ്ടാക്കാൻ വക്കാലത്തെന്നാണ് കൊന്നു കെട്ടിത്തൂക്കിയോ എന്ന് സംശയമുണ്ടെന്നാണ് ആ വേദനിച്ച കുടുംബത്തിന്റെ പരാതി. ആ പരാതിയെ, അന്വേഷണ ആവശ്യത്തെ പ്രത്യയശാസ്ത്രം പറഞ്ഞങ്ങ് പള്ളയിൽ തള്ളലാണ് പാർട്ടി സെക്രട്ടറി. ഗോവിന്ദ, വേട്ടക്കാരന്റെ ക്യാമ്പിലെ ചത്തകളിയേക്കാൾ ഭേദമാണ് കൂട്ടിലെ തത്ത. പൂച്ചപറ്റ ഖജാനയിൽ നിന്ന് കോടികൾ വാരിയെറിഞ്ഞിനി നക്ഷത്ര വക്കീലന്മാരുടെ കെട്ടിയിറക്കലാണ്. മരിച്ചവനെ വീണ്ടും വീണ്ടും കള്ളനാക്കിയ പാർട്ടി കുടുംബത്തെ കൊല്ലാക്കൊലയ്ക്കാണ് തുടക്കമെങ്കിൽ അധപ്പതനത്തിന്റെ വ്യാജ നിലപാടുകളിൽ CPMA സർക്കാരെ കോടതി മുറിയിൽ കെട്ടവാദങ്ങളുടെ കുറുവാസംഗമാവല്ലേ? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം. CBI അന്വേഷണത്തിൽ ഞങ്ങൾക്ക് നല്ല വ്യക്തമായ നിലപാടുണ്ടല്ലോ. അത് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, കൂട്ടിക്കിടക്കുന്ന തത്തയാണെന്ന്. അത് വെറുതെ പറഞ്ഞല്ലോ, അത് കൃത്യമായ നിലപാട് തന്നെയാണല്ലോ. അവിടെ അതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വ്യക്തമായ നിലപാടുണ്ട്. പാർട്ടിക്ക് CBI അന്വേഷണവുമായി ബന്ധപ്പെട്ട നിലപാട് CPM-നുണ്ട്. അതിലൊന്നും മാറ്റം ഞങ്ങൾ വരുത്തിയില്ല. അതാ ഞാൻ പറഞ്ഞത് മലയാളത്തിൽ ഞാൻ പറഞ്ഞത് CBI അന്വേഷണമാണ് എല്ലാറ്റിൻ്റെയും അവസാനം എന്ന് പറയുന്ന വാക്ക് ഞങ്ങൾ ഒരിക്കലും അംഗീകരിച്ചില്ല. ഇന്നലെയും അംഗീകരിച്ചില്ല, ഇന്നും അംഗീകരിച്ചില്ല, നാളെയും അംഗീകരിക്കില്ല. കാരണം അത് സുപ്രീം കോടതി തന്നെ പറഞ്ഞതുപോലെ കൂട്ടിൽ കിടക്കുന്ന തത്തയാണ്. എന്തും പറയിപ്പിക്കാം, എന്തും ചെയ്യിപ്പിക്കാം. കേന്ദ്ര ഗവൺമെൻറ് എന്താണോ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് കാര്യങ്ങൾ നീക്കുന്നതാണ് CBI. അതിൻ്റെ ഭാഗം തന്നെയാണ് ED, അതിൻ്റെ ഭാഗം തന്നെയാണ് IT. ഇതൊക്കെ ഞങ്ങൾ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അതിലൊന്നും ഞങ്ങൾ എന്തെങ്കിലും മാറ്റം വരുത്തി നിങ്ങൾ ധരിക്കേണ്ടില്ല. നവീൻ ബാബുവിന്റെ ബന്ധു ശ്രീ മലയാലപ്പുഴ മോഹനൻ, ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഡോക്ടർ B ജയരാജ്, MK ഹരിദാസ് എന്നിവർ ചർച്ചയിൽ ആദ്യം ശ്രീ മലയാലപ്പുഴ മോഹനിലേക്ക് പോകുന്നു. ശ്രീ മലയാലപ്പുഴ മോഹനൻ, CBI കൂട്ടിലെ തത്തയാണ് എന്ന പാർട്ടി നിലപാടായിരിക്കട്ടെ. പക്ഷെ നവീൻ ബാബുവിന്റെ കുടുംബം ആവശ്യപ്പെടുന്നത് CBI അന്വേഷണമാണല്ലോ. അതിനെ പാർട്ടി തള്ളിക്കളയുന്നത് എന്തുകൊണ്ടാണ്? ശ്രീ മലയാലപ്പുഴ മോഹനൻ. CBI അന്വേഷണം CPM തള്ളിക്കളഞ്ഞിട്ടില്ല. CBI അവസാന വാക്കാണെന്നും CPM അംഗീകരിക്കുന്നില്ല. CPM-നെ സംബന്ധിച്ചോളം CBIയുടെ അന്വേഷണം എന്ന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല, അംഗീകരിക്കത്തില്ല. പക്ഷേ എടുത്തു പറയേണ്ട ഒരു വിഷയം, ഇവിടെ പാർട്ടി സെക്രട്ടറി പറഞ്ഞൊരു വാക്കുണ്ട്, ശ്രദ്ധിച്ചോ ഇല്ലയോ എന്ന് എനിക്കറിയാം. അദ്ദേഹം പറഞ്ഞത് ഈ കൂട്ടിലടച്ച കിളിയാണ്, തത്തയാണ് CBI എന്ന് പറഞ്ഞത് CPM അല്ല, സുപ്രീം കോടതിയാണ്. വിവിധ CBI അന്വേഷിക്കുന്ന വിവിധ കേസുകളെ സംബന്ധിച്ച് ഹൈക്കോടതിയും സുപ്രീം കോടതിയും വളരെ സന്ദർഭങ്ങളായി പറഞ്ഞ വിഷയങ്ങളെ സംബന്ധിച്ച് ഓർപ്പിക്കുക ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്കറിയാവുന്ന സ്വാഭാവികമായും CBI അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുള്ളത് ആ കുടുംബമാണ്. അങ്ങയുടെ മനസ്സിലാക്കൽ തെറ്റാണെന്ന് ഖേദപൂർവ്വം പറയേണ്ടി വരുന്നു ശ്രീ മലയാലപ്പുഴ മോഹനൻ. അതിന് കാരണം എന്താണ്? അങ്ങ് പ്രതികരണം കേട്ടു തുടങ്ങുമ്പോൾ പാർട്ടി സെക്രട്ടറിയോട് ചോദ്യം, കുടുംബം CBI അന്വേഷണം ആവശ്യപ്പെടുന്നു. അദ്ദേഹത്തിന്റെ മറുപടി തുടക്കം എങ്ങനെയാണ്? ഇപ്പോൾ നടക്കുന്ന അന്വേഷണം നന്നായി പോകുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. അതിന് കാരണമായി അദ്ദേഹം പറയുന്നത് PP ദിവ്യ അറസ്റ്റ് ചെയ്തല്ലോ. അപ്പോൾ അന്വേഷണം നന്നായി നടന്നു പോകുമ്പോൾ എന്തിനാണ് മറ്റൊരു അന്വേഷണം എന്ന ചോദ്യമാണോ? എന്ന് പറഞ്ഞാൽ അന്വേഷണം അടിമുടി പൊളിഞ്ഞു കിടക്കുകയാണ്, അടിമുടി വ്യാജമാണ് എന്ന് 84 പേജുള്ള ഈ പറയുന്ന നവീൻ ബാബുവിന്റെ പരാതിയെ തള്ളി ആ അന്വേഷണത്തിന് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. ആരാണ്? പാർട്ടി സെക്രട്ടറി മലയാലപ്പുഴ മോഹനൻ.
സർക്കാർ CBI അന്വേഷണത്തെ അനുകൂലിക്കും കോടതിയിൽ നാം കരുതുന്നുണ്ടോ? അന്വേഷണം തൃപ്തികരമല്ല എന്ന് ആ കുടുംബം പറയുന്നു. അന്വേഷണം തൃപ്തികരമല്ലാതിരിക്കാൻ സാഹചര്യമാണ് ഇതുവരെയുള്ള അനുഭവങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഇപ്പം തന്നെ നവീൻ ബാബു മരണപ്പെട്ട് 44 ദിവസമായി. ഈ 44 ദിവസത്തിനിടയിൽ അന്വേഷണം എങ്ങും എത്തിയതായി പറയാൻ കഴിയുന്നില്ല. തുടർന്ന് തന്നെയല്ല ഇത്തരം സംഭവം ഉണ്ടായാൽ അത് യഥാസമയം തന്നെ അന്വേഷിച്ച് അതിൻ്റെ തെളിവുകൾ ശേഖരിക്കേണ്ടതാണ്. പക്ഷേ ഇതുവരെ ശേഖരിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നത് മാത്രമല്ല, ഇനിയും തെളിവുകൾ ബാക്കിയുണ്ടെങ്കിൽ അതുകൂടി നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും എന്ന് ആ കുടുംബം ഇപ്പോഴും വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ആ കുടുംബം കാലതാമസമില്ലാതെ കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചത്. ആ കുടുംബത്തോടൊപ്പം തന്നെ അവരേത് അന്വേഷണം പറയുന്നു ആ അന്വേഷണത്തോടൊപ്പം നിൽക്കാനാണ് ഞങ്ങൾ തയ്യാറായിട്ടുള്ളത്. ഞങ്ങൾ അങ്ങനെ തന്നെ നിൽക്കും. കാര്യം ഒരു മാറ്റവും ഇല്ല. ശ്രീ മലയാളപ്പുഴ മോഹനൻ, ഇവിടെ നോക്കൂ, ആ കുടുംബം ഒരു പാർട്ടി കുടുംബമാണ്. പാർട്ടി കുടുംബം എന്ന് പറഞ്ഞാൽ പരമ്പരാഗത പാർട്ടി കുടുംബമാണ്. ആ നാട്ടിൽ പാർട്ടിയെ കെട്ടിപ്പടുക്കാൻ പലരുടെ ആയുഷ്കാലങ്ങളിൽ വിയർത്ത ഒരു കുടുംബമാണ്. ആ കുടുംബം ഈ ബൈ ഇലക്ഷൻ ഉണ്ടാകുന്നു. ബൈ ഇലക്ഷൻ സമയത്ത് പാർട്ടി പ്രതിരോധത്തിലാവരുത് എന്ന പാർട്ടി കുടുംബത്തിന് നിർബന്ധമുണ്ട്. ബൈ ഇലക്ഷൻ കഴിയുമ്പോൾ സമർപ്പിക്കുന്ന 84 പേജുള്ള ഈ പരാതിയിൽ പറയുന്നത് ഈ പോലീസ്, ഈ അന്വേഷണ സംഘം CCTV അടക്കം പ്രാഥമിക തെളിവുകൾ ശേഖരിച്ചില്ലെന്ന് മാത്രമല്ല, ഈ വേട്ടക്കാരൻ്റെ ക്യാമ്പിൽ പോയി അവർക്ക് കള്ളത്തെളിവ് ഉണ്ടാക്കാൻ ഒത്താശ ചെയ്യുന്നുണ്ടോ എന്ന ഗുരുതര സംശയം പറയുകയാണ്. ഈ SIT കണ്ണൂർ CPM നയിക്കുന്ന രീതിയിൽ തെറ്റായ വഴിയിൽ പോകലാകുമോ എന്ന സംശയം പറയലാണ്. അടിമുടി അവിശ്വാസമാണ് ഈ കുടുംബത്തിന് SIT. മലയാളപ്പുഴ മോഹനൻ, ഇല്ല, ഇതിനെ സംബന്ധിച്ച് ആ കുടുംബവുമായി ബന്ധപ്പെട്ട CPM കുടുംബവും തങ്ങളിൽ വളരെയേറെ ബന്ധമാണ്. ആ ബന്ധമാണെന്ന് മാത്രമല്ല, 1979 തെരഞ്ഞെടുപ്പിൽ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണി, പ്രത്യേകിച്ച് അന്നത്തെ CPM സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജോലി രാജിവെച്ചിട്ട് മത്സരിച്ചാണ് മാതാവ്. അതും അന്ന് കാലം മുതലേ ഈ പാർട്ടിയുമായി നിൽക്കുന്നവരാണ്. തന്നെയുമല്ല, നവീനായാലും പ്രവീണായാലും രണ്ടുപേരും നല്ല നിലവാരത്തിൽ ജീവിച്ചവരാണ്. അവർ ഈ കാര്യത്തെ സംബന്ധിച്ച് ഇന്ന് അഴിമതി കാണിക്കുമെന്നോ കൈക്കൂലി വാങ്ങുമെന്നോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നിലപാട് സ്വീകരിക്കുമെന്നോ ഒന്നും ഞങ്ങൾക്ക് അഭിപ്രായമില്ല. അതുകൊണ്ടാണ് മലയാളപ്പുഴ ജനങ്ങളാകെ ഒറ്റക്കെട്ടായി ആ കുടുംബത്തോടൊപ്പം നിൽക്കുന്നത്, ഞാൻ ഉൾപ്പെടെ നിൽക്കുന്നത്. ഇത് അന്വേഷണവുമായി ബന്ധപ്പെട്ട ഇക്കാര്യത്തിൽ അവർക്കുണ്ടായ സംശയങ്ങൾ പറഞ്ഞ ഒന്ന്, ഈ സംഭവം ഉണ്ടായി കഴിഞ്ഞപ്പം സ്വാഭാവികമായി ആൾ മരണപ്പെട്ടു എന്നിവിടെ അറിഞ്ഞപ്പോൾ തന്നെ ഇവിടുന്ന് നമ്മുടെ ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരും മറ്റാളുകളും പോയി കണ്ണൂരിൽ ഇവിടെ യാത്ര തിരിച്ചു. കണ്ണൂർ യാത്ര തിരിച്ചപ്പോൾ തന്നെ കണ്ണൂരിൽ നിന്ന് തന്നെ ആളുകൾ ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു, അവിടെ പോസ്റ്റ്മോർട്ടം അടക്കം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ആ പോസ്റ്റ്മോർട്ടം അടക്കം നടത്താൻ തീരുമാനമെടുത്തിരിക്കുന്നു. അപ്പം തന്നെ തിരിച്ച് കണ്ണൂർ കളക്ടറെ വിളിച്ചു പറഞ്ഞു, സ്വാഭാവികമായി ഒരു അൺനാച്ചുറൽ ഡെത്ത് നടന്നാൽ അത് പോസ്റ്റ്മോർട്ടം നടത്തണമെങ്കിൽ ഡയറക്റ്റ് ബന്ധുക്കളുണ്ടാവണം. ആ ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ നടത്താൻ പാടുള്ളൂ. അത് തന്നെ നമ്മൾ കളക്ടറെ വിളിച്ചപ്പോൾ അങ്ങോട്ട് പറഞ്ഞു, ഇപ്പം ഞങ്ങൾ വരാതെ പോസ്റ്റ്മോർട്ടവും ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് അങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ്. തന്നെയുമല്ല, പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പാടില്ല. പരിയാരം മെഡിക്കൽ കോളേജിൽ ഇതുമായി ബന്ധപ്പെട്ട കക്ഷികളുണ്ട് എന്നൊരു അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്നിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്താൽ മതി എന്ന് ശക്തമായ നിലപാട് സ്വീകരിച്ചപ്പോൾ കളക്ടർ പറയുന്നു, ഞാനല്ല ഇവിടെ ഉള്ളത്, ഞാൻ അധികാരപ്പെട്ട ആളാണല്ലോ, എല്ലാം ഭംഗിയായി ചെയ്യാം. ഏതാണ് പറയുന്നത് എന്ന് പറഞ്ഞത് മാത്രമല്ല, പറഞ്ഞ വാക്ക് കേൾക്കാതെ അവിടെ ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും എല്ലാം നടത്തി. ഇത് രാജ്യത്ത് എങ്ങെവിടെയും കേട്ട് കഴിവില്ലാത്തതാണ്. താങ്കൾ ഈ പറയുന്നതൊക്കെ 100% സത്യമാണ്. ഇത് കൊലപാതകമാണോ എന്ന് കുടുംബം സംശയിക്കുന്ന കാരണങ്ങൾ അങ്ങേയറ്റം യുക്തിഭദ്രമായ കാരണങ്ങളാണ്. അതിന് കാരണം എന്താണ്? ഈ പറയുന്ന പോസ്റ്റ്മോർട്ടം ഇൻക്വസ്റ്റ് അൺഡ്യൂ ഹേസ്റ്റിൽ ചെയ്തു. പരിയാരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിരുന്നു, അങ്ങോട്ടേക്ക് അതിനെ കൃത്യമായി കൊണ്ടുപോയി. എന്താണ് ഈ അടുത്ത ബന്ധങ്ങൾ ഉറപ്പായും അടുത്തുണ്ടാവണമെന്ന് മാൻഡേറ്ററി ആയിട്ടുള്ള നിർബന്ധമായിട്ടുള്ള കാര്യം പാലിക്കപ്പെട്ടില്ല. ഒരുപാട് സംശയങ്ങളുണ്ട്. കാര്യം ശരിയാണ്. പക്ഷേ ഇതൊക്കെ തെളിയിക്കണമെങ്കിൽ CBI അന്വേഷണം വരണമെങ്കിൽ ശ്രീ മലയാളപ്പുഴ മോഹനൻ, CPMന്റെ നിലപാട് ഇതാണെങ്കിൽ സർക്കാർ 6-ാം തീയതി പരിഗണിക്കുമ്പോൾ കോടതിയിൽ ഓക്കെ ഞങ്ങൾ CBI അന്വേഷണത്തിന് എതിരല്ല എന്ന് പറയുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ മലയാളപ്പുഴ മോഹനൻ? പ്രോസിക്യൂഷൻ ആ നിലപാട് സ്വീകരിക്കുമെന്ന് തന്നെ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു. പ്രോസിക്യൂഷൻ ആദ്യം തന്നെ ജാമ്യാപേക്ഷ കൊടുത്ത സന്ദർഭത്തിൽ പ്രോസിക്യൂഷൻ നിലപാട് സ്വീകരിച്ചത് ഈ കുടുംബത്തിന് അനുകൂലമായിട്ടാണ്.
നമ്മുടെ അഡ്വക്കേറ്റ് ഉണ്ടായിരുന്നെങ്കിൽ പോലും വളരെ വ്യക്തമായി ജാമ്യം കൊടുക്കാതിരിക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിച്ചു എന്നുള്ളത് നമ്മുടെ അനുഭവത്തിൽ ബോധ്യപ്പെട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, തുടർന്നുള്ള അന്വേഷണം നടക്കുമ്പോഴും ഇവിടെ ഈ പ്രോസിക്യൂഷൻ വിഭാഗം ഇവർക്ക് അനുകൂലമായി നീതി ലഭിക്കാൻ സഹായിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ഞാൻ അങ്ങയിലേക്ക് എത്താം. ശ്രീ ജ്യോതികുമാർ ചാമക്കാലിലേക്ക് പോകും മുമ്പ് ഈ അടുത്ത കാലത്ത് കണ്ണൂർ ജില്ലാ സെക്രട്ടറി ശ്രീ MV ജയരാജൻ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പ്രതികരണം ഒന്ന് കേൾക്കാം. ADM കൈക്കൂലി വാങ്ങി എന്ന് ഒരു കൂട്ടർ, കൈക്കൂലി വാങ്ങുന്ന ആളല്ല ADM എന്ന് മറ്റൊരു കൂട്ടർ. ഇതിന്റെ നിജസ്ഥിതി ഈ നാടിൽ അറിയേണ്ടത്. ദിവ്യയുടെ പ്രസംഗം പല രീതിയിലും ഇദ്ദേഹത്തിന് മരണത്തിനിടയാക്കിയിട്ടുണ്ടോ, ഇതും ഈ നാടിൽ അറിയേണ്ടതുണ്ട്. ജ്യോതികുമാർ ചാമക്കാല നോക്കൂ, പാർട്ടി സംസ്ഥാന എന്ന് പറഞ്ഞാൽ അവിടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എത്തി ആ പാർട്ടി കുടുംബത്തെ അനുനയിപ്പിച്ചു. അതിനുശേഷം ഈ അടുത്ത കാലത്ത് ജില്ലാ സെക്രട്ടറി MV ജയരാജൻ പറയുകയാണ് നവീൻ ബാബു കൈക്കൂലി വാങ്ങിയിട്ടുണ്ടെന്ന് ഒരു കൂട്ടർ പറയുന്നു. ഏത് കൂട്ടറാണ് പറയുന്നത്? ദിവ്യയും പ്രശാന്തനും നാണമില്ലാതെ അനുകൂലിക്കുന്ന ഈ പറയുന്ന ന്യായീകരണ തൊഴിലാളികളുമല്ലാതെ കേരളത്തിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നവീൻ ബാബു കൈക്കൂലി വാങ്ങുന്നു? പറഞ്ഞിട്ടില്ല. അപ്പോൾ രണ്ടിനെയും ഓരോരോ പക്ഷങ്ങളായി നിർത്താൻ ശ്രമിക്കുകയാണ്. ഇത് മരിച്ച ശേഷം നവീൻ ബാബുവിനെ കള്ളനാക്കാൻ കോടതി മുറിക്കുള്ളിൽ നടത്തുന്ന നീക്കം പാർട്ടി ഏറ്റെടുക്കുകയാണെന്ന് സംശയമുണ്ട് MV ജയരാജന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ. ആ പശ്ചാത്തലത്തിൽ ഈ കുടുംബത്തിന്റെ ആവശ്യം സർക്കാർ അംഗീകരിക്കും എന്ന് കരുതാമോ ജ്യോതികുമാർ ചാമക്കാല? നോക്കൂ, ഇവിടെ ഇപ്പോൾ ശ്രീ മലയാലപ്പുഴ മോഹൻ ഉൾപ്പെടെ ചെറുതായിട്ടൊന്ന് ആടി തുടങ്ങിയിട്ടുണ്ടോ എന്നൊരു സംശയം. ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നില്ല കേട്ടോ. അദ്ദേഹം പറഞ്ഞ വാചകങ്ങളിൽ ചേർത്തുകൊണ്ടാണ്. അദ്ദേഹം പറഞ്ഞത് CBI എൻക്വയറി അവസാന വാക്കല്ല, അതൊക്കെ പിന്നീടാവട്ടെ എന്നുള്ള രീതിയിലേക്കാണ് അദ്ദേഹം തുടങ്ങിയത് തന്നെ. അദ്ദേഹവും കൂട്ടരും ഇത്രയും ദിവസം ഈ കുടുംബത്തോടൊപ്പം നിന്നവരാണ്. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി കുടുംബത്തോടൊപ്പം നിൽക്കുന്നു എന്നാണ് പൊതുസമൂഹത്തിൻ്റെ ധാരണ. കാരണം അങ്ങനെ ധരിക്കാനേ കഴിയുള്ളൂ. കാരണം താങ്കൾ സൂചിപ്പിച്ചതുപോലെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത നവീൻ ബാബുവിൻ്റെ ബോഡിയുമായി പത്തനംതിട്ടയിലേക്ക് വന്നപ്പോൾ കൂടെ വന്നയാളാണ്. അവരുടെയൊക്കെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ട് പോയവരാണ്. CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി വീട്ടിൽ പോയി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതാണ്. പക്ഷേ പിന്നീടുള്ള പ്രവൃത്തിയിൽ അത് കാണുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ ഇപ്പോൾ നിൽക്കുകയാണ്. അപ്പോൾ ആ കുടുംബം കോടതിയെ സമീപിച്ചിരിക്കുന്നു. ആ കുടുംബത്തെ സംബന്ധിച്ച് നീതി ലഭിക്കണം. അവരുടെ ഭർത്താവ് അല്ലെങ്കിൽ 2 കുട്ടികളുടെ പിതാവ് മരണപ്പെട്ടത് എങ്ങനെയെന്ന് ബോധ്യപ്പെടാനുള്ള അല്ലെങ്കിൽ അറിയാനുള്ള ബാധ്യത അല്ലെങ്കിൽ അവകാശം അവർക്കുണ്ട് എന്നതിൻ്റെ പേരിൽ അവർ കോടതിയെ സമീപിച്ചിരിക്കുന്നു. നിലവിലുള്ള അന്വേഷണത്തിൽ തൃപ്തരല്ലാത്തതുകൊണ്ടാണ് അവർ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇവിടെ താങ്കൾ MV ജയരാജൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കാണിച്ചു. MV ജയരാജൻ പിന്നെന്താ പറയുക? ഇവിടെ ഈ കേസിലെ പ്രതി PP ദിവ്യ, CPMൻ്റെ നേതൃത്വത്തിലുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന PP ദിവ്യ ജയിലിൽ നിന്നിറങ്ങിയതിന് ശേഷവും ജയിലിൽ കിടക്കുമ്പോഴും കാണാൻ പോയവരുടെ കൂട്ടത്തിൽ ഏതൊക്കെ CPM നേതാക്കളുണ്ടെന്ന് നിങ്ങൾ നോക്കൂ. അപ്പോൾ ഇവരൊരു നിലപാട് സ്വീകരിക്കണ്ടേ? പാർട്ടിയിൽ തന്നെ ഇത്തരത്തിൽ 2 അഭിപ്രായം ഉണ്ടെങ്കിൽ, 2 ജില്ലാ കമ്മിറ്റിക്ക് 2 അഭിപ്രായം ഉണ്ടെങ്കിൽ പാർട്ടി സംസ്ഥാന നേതൃത്വം അതിനകത്തൊരു തീരുമാനം പറയണ്ടേ? ഇവിടെ നോക്കൂ, ഇവിടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി PP ദിവ്യയ്ക്ക് പോവും, പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഈ പറയുന്ന ADMനൊപ്പം നിൽക്കുന്നു എന്ന് ധരിപ്പിച്ചുകൊണ്ട് ഇവർ ഈ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അവസാനം നോക്കൂ, ഇപ്പം കുടുംബം പറഞ്ഞിരിക്കുന്നത് 79 പേജുള്ള WPC അവർ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുമ്പോൾ അതിനകത്ത് എന്താ കൃത്യമായി പറഞ്ഞിരിക്കില്ല ഓരോരോ കാരണങ്ങളും. ഒന്ന്, ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ എൻക്വയറി റിപ്പോർട്ട് 1-ാം തീയതി മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചതാണ്. ഈ നവംബർ മാസം 1-ാം തീയതി മുഖ്യമന്ത്രിയുടെ കൈവശം എത്തിയിട്ടുണ്ട്. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് റവന്യൂ മന്ത്രി കണ്ടതിന് ശേഷം മുഖ്യമന്ത്രിയുടെ കൈവശം എത്തിയിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് പുറത്തുവിടാൻ തയ്യാറല്ല. ഇതുമായി ബന്ധപ്പെട്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിയിട്ടുള്ള അന്വേഷണം, അതിനെ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് പുറത്തുവിടാൻ തയ്യാറല്ല. ഈ പ്രശാന്തനും ഈ ദിവ്യയും കുടുംബവുമായിട്ടുള്ള ബന്ധം, അതിനെക്കുറിച്ച് അന്വേഷണം നടക്കുന്നില്ല. പ്രശാന്തൻ്റെ വ്യാജ ഒപ്പിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ പ്രശാന്തൻ കൊടുത്ത വ്യാജ പരാതിയെ സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നില്ല. ഇവരുടെ അതായത് ഈ അദ്ദേഹത്തിൻ്റെ സെൻഡ് ഓഫ് കഴിഞ്ഞ് അദ്ദേഹം പുറത്തിറങ്ങിയതിന് ശേഷം അദ്ദേഹം വാഹനത്തിൽ, ബാക്കിയെല്ലാം നമ്മൾ കേട്ട് കഴിവ് മാത്രമാണ്, അദ്ദേഹം വാഹനത്തിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി, വഴിക്കിറങ്ങി തിരിച്ചു പോയി, അദ്ദേഹം ആത്മഹത്യ ചെയ്തു. ഇതിനൊന്നും ആരും സാക്ഷികളോ തെളിവുകളോ ഇല്ല. അപ്പോൾ അതിനുശേഷം നടന്നിട്ടുള്ള ആ ഇൻസിഡൻസ്, അതിനെ സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം നടക്കേണ്ടതില്ലേ? അപ്പോൾ പോലീസിനെ സംബന്ധിച്ച് വേണമെങ്കിൽ പറയാം, ഞങ്ങൾ അന്വേഷണ പുരോഗതി ഇപ്പോൾ അറിയിക്കുക അസാധ്യമാണെന്നൊക്കെ പറയണമെങ്കിൽ പറയാം. പക്ഷേ അതിനപ്പുറത്തേക്ക് ആ കുടുംബത്തെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയണ്ടേ? ഇതുമായി ബന്ധപ്പെട്ട CDR ആരെയൊക്കെ വിളിച്ചിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ചുള്ള CDR കളക്ട് ചെയ്തിട്ടുണ്ടോ എന്നതിനെ ചോദിച്ച് വിവരമില്ല. നിയമാനുസൃതം നടത്തിയിട്ടുള്ള റിപ്പോർട്ടുകൾ സമർപ്പിക്കേണ്ടതിന് ശേഷവും അത് വിവരാവകാശപ്രകാരം കൊടുക്കാൻ കഴിയാത്തത് എന്തുകൊണ്ട്? അപ്പോൾ ഒരുപാട് സംശയങ്ങൾ, ഒരു കാര്യത്തിലും വ്യക്തത വരുത്താൻ സർക്കാരും പോലീസും തയ്യാറാകുന്നില്ല. എന്നിട്ടും ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ പാർട്ടിക്കോ സർക്കാരിനോ ക്ഷീണമുണ്ടാകാത്ത രീതിയിൽ ആ കുടുംബം ഒരു അക്ഷരവും വേണ്ടിയില്ല. ഏറ്റവും അവസാനം അവർക്ക് നീതി ലഭിക്കണം എന്നുള്ളതുകൊണ്ട് അവർ കോടതിയെ സമീപിച്ചിരിക്കുന്നു. കോടതിയെ സമീപിക്കുമ്പോൾ PP ദിവ്യ പുറത്തുണ്ട്,
അവർ 10-11 ദിവസം ജയിലിൽ കിടന്നുള്ളത് ശരിയാണ്. ഇപ്പോൾ 45 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഒരു പുരോഗതിയുമില്ല. അവരെ സംബന്ധിച്ച് മറ്റു മാർഗ്ഗമില്ലാത്തതുകൊണ്ട് അവർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു. ഇവിടെ എന്താ യുക്തമായി എടുക്കേണ്ട തീരുമാനം? ആ കുടുംബത്തെയാണ് നമ്മൾ ആദ്യം ബോധ്യപ്പെടുത്തേണ്ടത് എന്ന കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? താങ്കൾ ചോദിച്ച ഒരു ചോദ്യത്തിലേക്ക് ഞാൻ തിരിച്ച് വീണ്ടും വരികയാണ്. ഇവിടെ എം വി ജയരാജൻ അദ്ദേഹത്തിൻ്റെ പബ്ലിക് മീറ്റിങ്ങിൽ കണ്ണൂരിൽ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ്റെ അനുസ്മരണ സമ്മേളനത്തിലാണെന്ന് തോന്നുന്നു, അവിടെ കാണിച്ച അനീതി അല്ലേ ആ ഒരു പ്രസംഗം. ഈ നവീൻ ബാബുവിനെ സംബന്ധിച്ച് കൈക്കൂലി വാങ്ങുമെന്ന് ആരാ പറഞ്ഞിട്ടുള്ളത്? ഈ പ്രശാന്തനും പി പി ദിവ്യയും അല്ലാതെ വേറെ ആരെങ്കിലും ഒരാൾ ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും പറയുമോ? ഒരാളെ സാക്ഷി കൊണ്ടുവരാനുണ്ടോ ഇവർ രണ്ടുപേരല്ലാതെ? എന്നിരിക്കെ വാങ്ങുന്നു എന്ന് പറയുന്ന ഒരു അപ്പോൾ ജനറലൈസ് ചെയ്യാണ്. ആ ജനറലൈസ് ചെയ്യുന്നത് തന്നെ ഇത്തരത്തിൽ ആ കുടുംബത്തെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ? അപ്പോഴൊക്കെ ഞാൻ ഓർക്കുന്നത് പിന്നെ ആന്തൂരിലെ സാജൻ്റെ കൊലപാതകമാണ്. അദ്ദേഹം ആത്മഹത്യയായിരുന്നല്ലോ, അദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് നയിക്കുകയായിരുന്നു. അതിനുശേഷവും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ദേശാഭിമാനിയിൽ ഉൾപ്പെടെ അപമാനിച്ചത് നമ്മൾ കണ്ടതാണ്. ആ രീതിയിൽ ഇപ്പോൾ നവീൻ ബാബുവിൻ്റെ കുടുംബത്തെ അപമാനിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് താങ്കൾ ഇപ്പോൾ കാണിച്ചത്. ഇനി അവരെ സംബന്ധിച്ച് അവർ പറയുന്നത് ഞങ്ങൾക്ക് നീതി മതി, വേറൊന്നും വേണ്ട, എൻ്റെ ഭർത്താവ് എങ്ങനെ മരണപ്പെട്ടു എന്നറിയാനുള്ള അവകാശം എനിക്കുണ്ട്, എനിക്കത് ബോധ്യപ്പെടുത്തി തരണം, നിങ്ങളെ കൊണ്ട് കഴിയുന്നില്ലെങ്കിൽ CBI അന്വേഷിക്കട്ടെ എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കുന്നു. അതിലെന്താ തെറ്റ്? അങ്ങനെ പോയി കാണുമ്പോൾ സ്വാഭാവികമായും സർക്കാർ എടുക്കേണ്ട നിലപാടെന്താണ്? നമ്മളൊക്കെ സംശയിച്ചു, സ്വാഭാവികമായും സർക്കാരും അതിനോടൊപ്പം നിന്നേക്കാം. അങ്ങനെയല്ലേ വേണ്ടത്? ഞാനത് ആധികാരികമായി പറയുന്നത് കഴിഞ്ഞ 2016 വരെ 11 മുതൽ 16 വരെ ഈ സംസ്ഥാനത്ത് അധികാരത്തിലുണ്ടെന്ന UDFൻ്റെ കാലത്ത് ആരെങ്കിലും ഇത്തരത്തിൽ കൊല്ലപ്പെടുകയോ രാഷ്ട്രീയ കൊലപാതകങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അന്ന് ആ കുടുംബത്തിന് കേരള പോലീസിൻ്റെ അന്വേഷണത്തിൽ അതൃപ്തി ഉണ്ടെങ്കിൽ CBI അന്വേഷിക്കണമെന്ന് ഒരു കടലാസ് എഴുതി കൊടുത്താൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി ആ കേസുകളെല്ലാം CBIക്ക് വിട്ട ചരിത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആധികാരികമായി പറയാൻ കഴിയും ഈ കുടുംബത്തെ അല്ല ചാമക്കാല ഇവിടെയും CBIക്ക് വിടാത്ത കേസൊന്നും ഇല്ലല്ലോ. ചോദിക്കട്ടെ, അല്ല ഇവിടെ ചാമക്കാല ഇവിടെ പരാതി എഴുതി വാങ്ങി CBI കിട്ടിയ ചരിത്രമില്ലേ? ഇവിടെയും ഇപ്പോൾ ഈ CBI കൂട്ടിലിട്ട തത്തയാണ് എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ നിലപാടാകുമ്പോഴും CBIക്ക് വിടാത്ത സർക്കാരൊന്നും അല്ലോ ഇത്. സിദ്ധാർത്ഥിൻ്റെ കൊലപാതകം ഏറ്റവും അവസാനം സിദ്ധാർത്ഥിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് സിദ്ധാർത്ഥിൻ്റെ പിതാവും സിദ്ധാർത്ഥിൻ്റെ അമ്മാവനും കൂടി മുഖ്യമന്ത്രിയെ കണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ CBIക്ക് വിട്ടതും CBIക്ക് വിടാനുള്ള തീരുമാനത്തെ സംബന്ധിച്ച് വെച്ച് താമസിപ്പിച്ചതും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഏതായാലും അങ്ങനെ വിട്ടിട്ടില്ലേ? പരാതി എഴുതി വാങ്ങി, താങ്കൾ സൂചിപ്പിച്ചതുപോലെ പരാതി എഴുതി വാങ്ങി മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയും കൂട്ടരെയും കേസിൽ പ്രതിയാക്കാൻ ശ്രമിച്ചിട്ട് അമ്പയെ പരാജയപ്പെട്ടിട്ടില്ലേ? അപ്പോൾ തങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ CBI അന്വേഷണമാകാം, തങ്ങൾക്കെതിരാണെങ്കിൽ അല്ലെങ്കിൽ തങ്ങൾക്ക് അനുകൂലമായി എന്തെങ്കിലും കിട്ടുമെങ്കിൽ അത് CBI എൻക്വയറി ആകാം, അല്ലെങ്കിൽ വേണ്ട, തങ്ങൾക്കെതിരാണെങ്കിൽ വേണ്ട. ഇവിടെ CBI അന്വേഷിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരുമെന്നേ. താങ്കൾ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ഇതിൻ്റെ പിന്നിലെ പിന്നാമ്പുറ കഥകൾ ഒന്നൊന്നായി പുറത്തു വരും. ഇതിൻ്റെ പിന്നിലെ ആരൊക്കെയാണ് ബിനാമികളെന്ന് പുറത്തു വരും. നമുക്കറിയാമല്ലോ. ഇപ്പോൾ ശ്രീ മോഹൻ തന്നെ പറഞ്ഞു, എന്താ അവിടെ പോസ്റ്റ്മോർട്ടം നടത്തരുത് അല്ലെങ്കിൽ പ്രേത പരിശോധന നടത്തരുത് എന്നതിനെ സംബന്ധിച്ച് നിയമാനുസൃതം മാത്രമേ നടക്കാവൂ, ഞങ്ങൾ വന്നതിന് ശേഷം മാത്രമേ നടക്കാവൂ എന്ന് പറഞ്ഞപ്പോൾ ആ കളക്ടർ എന്ത് ധൈര്യത്തിലാണ്, എന്ത് അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം സ്വയം അത് നടത്താൻ തീരുമാനിച്ചത്? അപ്പോൾ അദ്ദേഹത്തെ അതിലേക്ക് പ്രേരിപ്പിച്ചത് എന്താണ്? അവിടെ മുതൽ ഇദ്ദേഹം റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള യാത്രയിൽ നിന്ന് കാറിൽ നിന്ന് ഇറങ്ങി എന്ന് പറയുന്ന ഡ്രൈവറുടെ മൊഴി നമ്മൾ വിശ്വാസത്തിലെടുത്താൽ അതിനുശേഷം നടന്നിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ആ കുടുംബത്തിന് വ്യക്തത വേണ്ടേ? അതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പറയുമ്പോൾ പിന്നെ CBI വേണ്ട എന്ന് പറയുന്നതിന് പാർട്ടിയുടെ നിലപാട് വ്യക്തമായി കഴിഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തേക്ക് സർക്കാർ നിലപാടെടുക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അപ്പോൾ ഈ അന്വേഷണം CBIക്ക് വിട്ടാൽ കണ്ണൂരിലെ CPM നേതാക്കന്മാരിൽ പലരും ഇതിൻ്റെ ബിനാമി ഏർപ്പാടിൽ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട കള്ളക്കച്ചവടത്തിൽ ഉൾപ്പെടെ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുമെന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് പറയുന്നത്. അതാണ് പ്രതിപക്ഷം. ഒന്ന് നവീൻ ബാബുവിന്റെ കുടുംബത്തോട് കാണിക്കുന്ന അനീതി, കുടുംബത്തോട് കാണിക്കുന്ന അനീതി, രണ്ടാമത്തേത് ഇതിന്റെ യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ. ഓക്കെ, ശ്രീ ബി ജയരാജ്, ഇവിടെ ജോണസ് റാൽഫ് എന്ന് പറയുന്ന അത്യാവശ്യം തരക്കേടില്ലാത്തൊരു വക്കീലിനെ കോടതിയിൽ വെക്കുന്നുണ്ട് നവീൻ ബാബുവിന്റെ കുടുംബം. അതുതന്നെ സർക്കാരിനോടുള്ള അവിശ്വാസമാണ്. കാരണം എന്താണ്? ഞങ്ങളുടെ വാദം ആത്മാർത്ഥമായി ഈ പ്രോസിക്യൂഷൻ കോടതിയിൽ പറയുമോ എന്ന ആശങ്കയാണ് അതിന്റെ അടിസ്ഥാനം. അതുതന്നെ സർക്കാർ സിസ്റ്റത്തിന്റെ പരാജയമാണ്. ഈ ബൈ ഇലക്ഷൻ കഴിഞ്ഞ് ബൈ ഇലക്ഷൻ സമയത്ത് ഏതെങ്കിലും തരത്തിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കരുത് എന്ന നിർബന്ധത്തിൽ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കോടതിയിലേക്ക് വെക്കുന്ന ഈ പറയുന്ന ഹർജി 84 പേജുള്ള പരാതിയിൽ അടിമുടി സംശയങ്ങളാണ്. അടിമുടി സംശയങ്ങൾ എന്ന് പറഞ്ഞാൽ വെറുതെ അങ്ങ് പറയുന്നതല്ല. എണ്ണി എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഇതിൽ സംശയമുണ്ട്, എന്തുകൊണ്ട് ഈ SIT ഉടായ്പ കാണിക്കുന്നു, എന്തുകൊണ്ട് ഇത് കൊലപാതകമാണോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു, എന്തുകൊണ്ട് ഈ വേട്ടക്കാരന് വേണ്ടി അല്ലെങ്കിൽ പ്രതിഭാഗത്തിന് വേണ്ടി വ്യാജ തെളിവുണ്ടാക്കാൻ SIT കൂട്ടുനിൽക്കുന്നത് ഞങ്ങൾ സംശയിക്കുന്നു. എന്തുകൊണ്ടാണ് പാർട്ടി കുടുംബത്തിന് പാർട്ടി ഭരിക്കുന്ന സർക്കാരിൽ അത്രത്തോളം അവിശ്വാസം ഉണ്ടാകുന്നു? ശ്രീ ബി ജയരാജ്. ഇപ്പം മലയാളപ്പുഴ മോഹനൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ
ഒന്ന്, ഈ പോസ്റ്റ്മോർട്ടം ചെയ്തത് കുടുംബത്തിൻ്റെ അനുവാദമില്ലാതെ ഇനി ഏത് കളക്ടറല്ല പ്രധാനമന്ത്രി, ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞാൽ പോലും അതിന് നിയമാനുസൃതമായിട്ട് യാതൊരു സാധ്യതയില്ല. അവിടെ തന്നെ തെറ്റാണ്. രണ്ട്, ഇനി ഇത് കൊലപാതകമാണോ അതല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സ്യൂം ചെയ്യാനായിട്ട് യാതൊരു മാർഗവുമില്ല. കാരണം ഇത് ദഹിപ്പിക്കുകയായിരുന്നല്ലോ, ഡെഡ് ബോഡി ദഹിപ്പിക്കുകയായിരുന്നു. കുഴിച്ചിടുവാണെങ്കിൽ നമുക്ക് എക്സ്യൂം ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഒരു കുടുംബത്തിന് സംശയങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. സംശയങ്ങൾ ഒരു സാധാരണ മരണത്തിന് തന്നെ വീട്ടുകാർക്ക് ഇത് അപകട മരണമാണോ, ആരെങ്കിലും കൊന്നതാണോ എന്നൊക്കെയുള്ള സംശയങ്ങളുണ്ടാകും. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അവർക്ക് സംശയത്തിൻ്റെ എല്ലാവിധ ആനുകൂല്യങ്ങളും ഉണ്ട്. സംശയിക്കാനുള്ള എല്ലാവിധ സ്വാഭാവികമായ കാരണങ്ങളുമുണ്ട്. യുക്തിസഹമായിട്ട് ജ്യോതികുമാർ താമക്കാല പറഞ്ഞതുപോലെ യുക്തിസഹമായി നോക്കിക്കഴിഞ്ഞാൽ സംശയിക്കാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് അവർക്ക് ചിലപ്പോൾ സ്റ്റേറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയിൽ തൃപ്തികരമായിട്ട് തോന്നിയിട്ടുണ്ടാവില്ല. അവർ 2-3 കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞത്. ഒന്നെന്ന് പറയുന്നത് ഈ പബ്ലിക് ഹ്യൂമിലിയേഷനെ കുറിച്ച് അന്വേഷിക്കണം, CCTV ഫുട്ടേജ് കറക്റ്റ് ചെയ്യണം, പിന്നെ പോലീസ് ഫാബ്രിക്കേറ്റ് ചെയ്യുകയാണോ, ഇതിൻ്റെ തെളിവുകളൊക്കെ ഫാബ്രിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള സംശയം. അതുകൊണ്ടാണ് അവർ CBI അന്വേഷണത്തിന് ഇതേപോലെ കോടതിയിൽ ഇത് ഹാജരാക്കിയത്. അതായത് WPCRL 120/97/2024 കേസ് നമ്പർ. അതിൻ്റെ ഒരു കോപ്പി എനിക്ക് കിട്ടി, അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ ഇതുകൊണ്ട് ഇതിൻ്റെ ഫാക്റ്റുകൾ അറിയണം, ഇതിൻ്റെ സർക്കംസ്റ്റാൻസസ് അറിയണം. ഈ സൂയിസൈഡ് ബൈ ഹാങ്ങിങ് ആണോ അതോ ഇനി കൊലപാതകമാണോ, ഇൻക്വസ്റ്റ് എന്തിനാണ് ഇത്ര പെട്ടെന്ന് നടപ്പിലാക്കിയത്, എന്തുകൊണ്ടാണ് ഈ റിപ്പോർട്ടുകൾ പുറത്തുവിടാത്തത്, അതായത് ആരോഗ്യവകുപ്പിൻ്റെ റവന്യൂ വകുപ്പിൻ്റെ റിപ്പോർട്ടുകൾ എന്തുകൊണ്ട് പുറത്തുവിടില്ല എന്നുള്ള തന്ത്രപ്രധാനമായ ചോദ്യങ്ങളാണ് ഇന്ന് കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. കോടതിയുടെ പരിഗണനയിലിരിക്കുന്നൊരു വിഷയമായതുകൊണ്ട് നമുക്ക് ചിലപ്പം ആ റിപ്പോർട്ടുകൾ പുറത്തുവിടാമെന്നൊക്കെ പറഞ്ഞിട്ട് തൊടിന്യായം പറഞ്ഞ് വേണേൽ നമുക്കതിനെ ഒഴിവാക്കാം. പക്ഷേ വാസ്തവം അതാണോ? ഒരു കുടുംബം അനാഥമായി ആ വ്യക്തി മരിച്ചതിൻ്റെ അന്ന് തന്നെ റവന്യൂ മിനിസ്റ്റർ അദ്ദേഹത്തിന് വൗച്ച് ചെയ്യുകയാണ്, കൃത്യമായിട്ട് വൗച്ച് ചെയ്തിട്ട് പറയുകയാണ് ഇദ്ദേഹം അഴിമതിക്കാരനായ ഒരു ഉദ്യോഗസ്ഥനല്ല. അവരുടെ ഒരു എൻക്വയറി അനുസരിച്ച് അതിനകത്ത് നല്ല ഉദ്യോഗസ്ഥരും ചീത്ത ഉദ്യോഗസ്ഥരും എന്ന് വെച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല മിടുക്കനായ ഉദ്യോഗസ്ഥനാണ് നവീൻ ബാബു എന്ന് അവർ തന്നെ പറയുകയാണ്. അത് റവന്യൂ മിനിസ്റ്ററാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ അതുകൊണ്ടാണല്ലോ ദിവ്യ ഇപ്പം കോടതി പറഞ്ഞതിൻ്റെ റിമാൻഡ് ചെയ്യപ്പെടുന്നതും പിന്നീട് അതിനെ തുടർന്ന് അന്വേഷണങ്ങൾ നടക്കുന്നതും. തീർച്ചയായിട്ടും CBI അന്വേഷണം സ്വാഗതാർഹം തന്നെയാണ്. CBI അല്ല, ഏത് അന്വേഷണം നടത്തിയാലും ഇതിനകത്ത് സത്യസന്ധമായി കാര്യങ്ങൾ പുറത്തു വരണം. കാരണം പൊതുസമൂഹത്തിന് മുന്നിൽ ഇതൊരു ചോദ്യമാണ്. കാര്യം ഇതുപോലെ ഇനി ആർക്കും സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് പൊതുസമൂഹത്തിന് മുന്നിൽ ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ട ബാധ്യത ഗവൺമെൻറ്റിനുണ്ട്. അതുപോലെ തന്നെ ഈ അന്വേഷണ ഏജൻസി ഇന്നിപ്പോൾ CPMൻ്റെ സെക്രട്ടറി പറഞ്ഞത് വേറൊരു കോണ്ടെക്സ്റ്റിലാണ്. പക്ഷേ വേറെ കോൺടസ്റ്റൊന്നുമല്ല എന്ന് പറഞ്ഞാൽ ഈ അന്വേഷണം ശരിയായ ദിശയ്ക്ക് നീങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അല്ലെന്നുണ്ടെങ്കിൽ CPM ക്ലാസിക്കൽ നിലപാട് അംഗീകരിക്കാമായിരുന്നു. ഈ റവന്യൂ മന്ത്രി കെ രാജൻ ആദ്യം തന്നെ അഴിമതിക്കാരനല്ല എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അത് നമ്മൾ അതിനെ സ്വാഗതം ചെയ്തതാണ്. അതിനുശേഷം നവീൻ ബാബുവിന്റെ വീട്ടിലേക്ക് പോവുകയും അദ്ദേഹത്തിന്റെ മൃതദേഹത്തിൽ പിടിക്കുകയും അടക്കം ചെയ്ത മന്ത്രിയാണ്. പക്ഷേ ഈ കുടുംബത്തിന്റെ ഇത്രയും ഗുരുതരമായ ആരോപണങ്ങളിൽ വേദനയിൽ എന്തുകൊണ്ട് റവന്യൂ മന്ത്രി കെ രാജൻ കമാന്ന് മിണ്ടുന്നില്ല എന്നൊരു ചോദ്യം കൂടി അവിടെ നിൽപ്പുണ്ട് കേട്ടോ. ഞാൻ MK ഹരിദാസിലേക്കാണ്. MK ഹരിദാസ്, നമ്മൾ ഈ വിഷയത്തിൽ കുറേ അധികം തവണ ചർച്ച ചെയ്തിരുന്നുണ്ട്. നമ്മൾ ഒരുപാട് ദിവസം ഇക്കാര്യങ്ങൾ പറഞ്ഞതുമാണ്. നവീൻ ബാബു മരിച്ച ആ ദിവസം തന്നെ ഈ പറയുന്ന കള്ളപ്പരാതി മാധ്യമങ്ങളിലേക്ക് വന്നതല്ലേ, പ്രൊപ്പഗണ്ട. അത് കഴിഞ്ഞ് സൈബർ ഇടങ്ങളിൽ ഈ മാലിന്യങ്ങൾ നമ്മൾ എത്ര കണ്ടതാണ്. മരിച്ച ആളെ വീണ്ടും കള്ളനാക്കാൻ നടന്ന നീക്കങ്ങൾ എത്ര കണ്ടതാണ്. കുടുംബം CBI അന്വേഷണം ആവശ്യപ്പെട്ടതേ ഉള്ളൂ. ഇറങ്ങി ക്യാപ്സ്യൂൾ. MK ഹരിദാസ് പറയുന്നത് ഇങ്ങനെയാണ്: നവീൻ ബാബുവിന്റെ മരണം CBI അന്വേഷിച്ചാൽ നടക്കാൻ പോകുന്ന കാര്യം എന്തായിരിക്കും? തുടക്കത്തിൽ ദിവ്യയെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് പതിവ് പോലെ കുറച്ച് പ്രസ്താവനകളും മാധ്യമ കുത്സിതങ്ങളും നടക്കും. അത് ഏറ്റുപിടിക്കാൻ കുറേ പേരുണ്ടാകും. ഒടുക്കം നവീൻ ബാബു കുറ്റം ചെയ്തു എന്ന് തെളിയും. അതോടെ ആ മനുഷ്യൻ ഇപ്പോഴുള്ള താരതമ്യേന ഭേദപ്പെട്ട ലെഗസി കളങ്കപ്പെടും. വെളുക്കാൻ തേച്ചത് പാണ്ടാകും. ശ്രീ MK ഹരിദാസ് പിന്നെയും കള്ളനാക്കാനുള്ള നീക്കങ്ങൾ അഭംഗുരം തുടരുകയല്ലേ? MK ഹരിദാസ് SIT വന്നതോടുകൂടി നേരായ വഴിക്ക് പോകുമെന്ന് ഇന്ന് നമ്മൾ പ്രതീക്ഷിച്ചത് വെറുതെ ആയില്ലേ? ഈ കുടുംബത്തിന് നീതി കിട്ടുമെന്ന് നമ്മുടെ പ്രതീക്ഷകൾ വീണ്ടും അട്ടത്തേക്ക് കയറുകയല്ലേ ശ്രീ MK ഹരിദാസ്? നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് നാളിതുവരെ എന്ത് നീതിയാണ് ലഭിച്ചിരിക്കുന്നത്? അതിനപ്പുറം 1 ഗ്രാം നീതി കൂടുതൽ ലഭിക്കില്ല എന്നുള്ളത് ഞാൻ ഈ ചർച്ചയിൽ തർപ്പിച്ച് പറയുകയാണ്. ശ്രീ ഹാഷ്മി, താങ്കൾ എന്നെ ശ്രദ്ധിച്ചോളൂ. താങ്കൾ ഇനി ഒരു 100 ചർച്ച നടത്തി കഴിഞ്ഞിട്ട് ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് ഈ കേസിൻ്റെ അന്വേഷണമൊക്കെ പൂർത്തീകരിച്ചിട്ട് ഇത് കോടതിയിൽ കുറ്റപത്രമൊക്കെ സമർപ്പിച്ചിട്ട് ഇത് കീഴ്ക്കോടതിയിൽ നിന്ന് ഹൈക്കോടതിയിൽ നിന്ന് സുപ്രീം കോടതിയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പോലും ഈ 11 ദിവസം ഈ മഹത് വനിതയെ ജയിലിൽ കിടത്താൻ കഴിഞ്ഞതിനപ്പുറമുള്ള ഒരു നീതി ഈ പാവപ്പെട്ട കുടുംബത്തിന് ലഭിക്കില്ല എന്നുള്ളത് കാര്യം യാതൊരു സംശയവുമില്ല.
താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കണം ശ്രീ ഹാഷ്മി, ഭരണം കയ്യിലില്ലാതിരുന്നിട്ട് പോലും TP ചന്ദ്രശേഖരൻ വധക്കേസിൻ്റെ ഗൂഢാലോചനയുടെ അന്വേഷണം ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ച് നിർത്താൻ പ്രാപ്തിയുള്ള ഒരു പാർട്ടിയാണ് CPM എന്ന കാര്യം നമ്മൾ മറക്കരുത്. ഇവിടെ സിദ്ധാർത്ഥൻ വധത്തിലെ കൂടുതൽ പ്രതികളില്ലാഞ്ഞിട്ടാണോ ഈ CBI വന്നിട്ട് അന്വേഷിച്ചിട്ട് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതികളിൽ ഈ അന്വേഷണം ഒതുക്കിയത്? ശരത് ലാലിൻ്റെയും പ്രിയേഷിൻ്റെയും കൊലപാതകത്തിൽ കൂടുതൽ പ്രതികളും അതിലും ഗൂഢാലോചനയും ഇല്ലാഞ്ഞിട്ടാണോ CBI ഇരുട്ടിൽ കിടന്ന് തപ്പുന്നത്? ഇവർ ഈ CBI എന്ന് പറയുന്ന സംഘം വരുന്നതിനേക്കാൾ മുമ്പ് സിദ്ധാർത്ഥൻ വധക്കേസിലായാലും ശരത് ലാലിൻ്റെയും പ്രിയേഷിൻ്റെയും വധക്കേസിലായാലും തെളിവുകളെല്ലാം നശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ CBI വന്നിട്ട് ഇവിടെ എന്ത് ചെയ്യാനാണ്? കാരണം 41 ദിവസത്തിനകം ഇവിടെ ഞാൻ ഇന്നലെ ഒരു ചർച്ച എനിക്കുണ്ടായിരുന്നു. ഞാനതിൽ ഈ CPM നേതാക്കളുടെ ഈ വായ്മൊഴി വഴക്കങ്ങളെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞു, ആത്മാർത്ഥതയുള്ള ഒരു വാക്കുപോലും ഒരാളും പറഞ്ഞിട്ടില്ല നാളിതുവരെ. ആകെ കൂടി ആത്മാർത്ഥതയോടുകൂടി ഈ കാര്യത്തിൽ സംസാരിച്ചിരുന്നൊരു വ്യക്തിയാണ് ശ്രീ മലയാലപ്പുഴ മോഹൻ. പക്ഷേ അവിടെ ഇപ്പോൾ ശ്രീ ജ്യോതികുമാർ ജാമക്കാല പറഞ്ഞതുപോലെ അദ്ദേഹവും ചെറുതായിട്ടൊരു പെൻഡുലം കണക്കെ ആടാൻ തുടങ്ങിയിട്ടുണ്ടോ എന്നൊരു സംശയത്തിൻ്റെ പേരിലുള്ള സംസാരമാണ് അദ്ദേഹവും പറയുന്നത്. വിശ്വം വക്കീലെ കോടതിയിലെ ഈ പാവപ്പെട്ട നവീൻ ബാബുവിനെ കരിവാരിത്തേക്കാൻ വേണ്ടി വിളിച്ചു പറഞ്ഞ കാര്യങ്ങളുടെ ബാക്കിയാണ് MV ജയരാജൻ പറഞ്ഞത്. നാം നമ്മുടേതെന്നും അവർ അവരുടേതെന്നും പറയുന്ന മക്മോഹൻ രേഖയുടെ കാര്യം പറഞ്ഞതുപോലെ കുറേ പേർ വിശ്വസിക്കുന്നു അദ്ദേഹം കൈക്കൂലിക്കാരനാണെന്ന്, കുറേ പേർ അവിശ്വസിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് എന്താണ് ശ്രീ ഹാഷ്മി ഇതിൻ്റെ ഉദ്ദേശം? ഈ കേസ് CBI അന്വേഷിച്ചാലും ആരന്വേഷിച്ചാലും ഇന്നത്തെ ഈ അന്വേഷണത്തിൻ്റെ പരിധിക്കപ്പുറം എങ്ങോട്ടും പോകില്ല. കാരണം ഞാൻ തുറന്നു പറയട്ടെ, ഇതൊരു കൊലപാതകമാണ് എന്ന് ഒരു സംശയവും എനിക്കില്ല. ഇത് കൊലപാതകമൊന്നുമില്ല. ഇതിലെന്താണ് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഈ പറയുന്നത് പോലെ തന്നെ ഈ അന്വേഷണം CBI ഏറ്റെടുത്തുകൊണ്ട് കൃത്യമായ ചോദ്യം ചെയ്യൽ പ്രശാന്തിലേക്കും ദിവ്യയിലേക്കും കടന്നു കഴിഞ്ഞാൽ പുറത്തു വരാൻ പോകുന്നത് കണ്ണൂരിലെ നമ്മൾ പറയില്ലേ ഒരുപാട് ബിനാമി ഇടപാടുകളുടെ സത്യം പുറത്തേക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട്. അല്ലാണ്ട് ഈ കേസിൽ ഒരു അന്വേഷണത്തിന് ആവശ്യമായ തെളിവുകളും ലഭിക്കാത്ത വിധത്തിൽ എല്ലാ തെളിവുകളും തേച്ചു മാച്ച് കളഞ്ഞിട്ടുണ്ട്. നവീനെ ഒരു ക്ലാസിൻ്റെ ഒരു തട്ടിലിരുത്തി കഴിഞ്ഞിട്ട് അപ്പുറത്ത് ദിവ്യയെ ഇരുത്തിക്കൊണ്ട് ആ തൂക്കം നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് നവീൻ എന്ന് പറയുന്ന 60 കൊല്ലത്തെ പാരമ്പര്യമുള്ള CPM പ്രവർത്തകനേക്കാൾ ഇന്നത്തെ ദിവ്യയെയാണ് വേണ്ടത് എന്നുള്ള കാര്യത്തിൽ ആർക്കാണ് കേരളത്തിൽ സംശയമുള്ളത്? ഒരാൾക്കും സംശയമുണ്ടാവില്ല. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യത്തിൽ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, ഷുഹൈബ് വധക്കേസ്, അരിയിൽ ഷുക്കൂർ വധക്കേസ്, ശരത് ലാൽ വധക്കേസ്, അതുമാതിരി തന്നെ പ്രിയേഷ് ഈ 2 ഇരട്ടക്കൊലപാതകം അടക്കമുള്ള കേസുകൾക്ക് 5,20,00,000 രൂപ, ക്ഷമിക്കണം, അതിൽ സോളാർ കേസിൻ്റെ ഉമ്മൻചാണ്ടിയുടെ വിടുതൽ ഹർജിക്ക് അടക്കം 5,20,00,000 രൂപ ചെലവാക്കിയത് എന്തിനായിരുന്നു എന്ന ചോദ്യത്തിന് എന്താണ്? CPM എന്ന് പറയുന്ന പാർട്ടിക്ക് എതിരായിക്കൊണ്ട് അന്വേഷണത്തിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് ഓർത്തുകൊണ്ട് നമ്മുടെ നികുതി പണം 5,20,00,000 രൂപ ചിലവഴിച്ച CPM നാളെ ഈ പാവപ്പെട്ട വിധവ ഹൈക്കോടതിയിൽ നൽകിയ കേസ് CBI അന്വേഷിക്കട്ടെ എന്ന് പറയുമെന്ന് നമ്മൾ ധരിക്കുന്നുവെങ്കിൽ നമ്മളെപ്പോലെ വിഡ്ഢികളായ ആരുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പറന്നിറങ്ങിക്കൊണ്ട് മണിക്കൂറിന് കോടികൾ പ്രതിഫലം വാങ്ങുന്ന അഭിഭാഷകർ പറയും ഈ അന്വേഷണത്തിൽ ഇതിലത്തെ FIRൽ എന്താണ്? ആത്മഹത്യാ പ്രേരണ കുറ്റം. അതിന് വേണ്ടപ്പെട്ട തെളിവുകളെല്ലാം ഞങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞു. ഈ കേസ് യാതൊരു കാരണവശാലും മറ്റൊരു ഏജൻസി അന്വേഷിക്കേണ്ട ആവശ്യമില്ലെന്ന് ഇന്ന് കേരളം ഭരിക്കുന്ന സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ടില്ലെങ്കിൽ അത് CPM എന്ന് പറഞ്ഞ പാർട്ടിയല്ല കേരളം ഭരിക്കുന്നതെന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കും. ഞാൻ പറഞ്ഞില്ലേ ശ്രീ ഹാഷ്മി, ഒരു നീതിയും ആ കുടുംബത്തിന് ഇനി ലഭിക്കാൻ പോകുന്നില്ല. ഇന്ന് വരെ ഇന്നലത്തെ ചർച്ചയിൽ ഇതുമാതിരി ഒരു ഇടതുപക്ഷ സഹയാത്രികൻ ശ്രീ അസ്കർ പറഞ്ഞത് എന്താണെന്നറിയോ? ആ സ്ത്രീയെ കുറിച്ചിട്ട് നിങ്ങൾ ചിന്തിക്കണം. ആ ദിവ്യ എന്ന് പറയുന്ന സ്ത്രീക്കൊരു ഭർത്താവുണ്ട്, കുടുംബമുണ്ട്, 2 മക്കളുണ്ട്. ഇതെല്ലാം ആലോചിക്കണം. അവർ ഒരു ദീർഘകാലം ജയിലിൽ കിടന്നു കഴിഞ്ഞു. അവർക്കും നീതി ലഭിക്കേണ്ടേ എന്ന് ചോദിക്കേണ്ട അവസ്ഥയിലേക്ക് ഇടതുപക്ഷ പ്രവർത്തകരെ ഉദ്ബുദ്ധരാക്കാൻ വേണ്ടിയിട്ട് ശ്രീ MV ജയരാജനെ പോലുള്ളവരുടെ ഇത്തരം പ്രസംഗങ്ങളുണ്ടല്ലോ, അത് താങ്കൾ ഇതിൻ്റെ ഇൻട്രോയിലൊരു കാര്യം പറഞ്ഞു. എനിക്ക് 64 വയസ്സായി. ഞാനൊരു പെൺകുട്ടി ഒരു ശവസംസ്കാര ചടങ്ങിനെ ഇത്തരത്തിലുള്ള ചടങ്ങുകൾ നിർവഹിക്കുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കണ്ടത്. അതെൻ്റെ മനസ്സിന് കൊണ്ടിട്ടുള്ള അത്രയധികം എനിക്ക് കൊണ്ടിട്ടുള്ളൊരു വിഷയമാണ്. അത്തരത്തിൽ ഒരു പെൺകുട്ടി സ്വന്തം പിതാവിൻ്റെ ശവസംസ്കാര ചടങ്ങുകൾ നടത്തേണ്ട ഗതിയിലേക്ക് ഒരു CPMൻ്റെ പ്രവർത്തക കൊണ്ട് ചെന്നെത്തിച്ച് ഈ കേസ്
ഇത്രയൊക്കെ മതി എന്ന് CPM എന്ന് പറയുന്ന പാർട്ടി വിചാരിച്ചു കഴിഞ്ഞാൽ അത് ആ നിൽക്കും കുടുംബത്തോട് എന്നാണ് മാത്രമല്ല, ഈ CPM എന്ന് പറയുന്ന പാർട്ടിയെ നെഞ്ചോട് ചേർക്കുന്ന ഒരുപാട് പേരോട് ചെയ്യുന്ന വഞ്ചനയാണെന്ന് പാർട്ടി മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ എന്ന് പറഞ്ഞാൽ ആ ദൃശ്യങ്ങൾ അത് മനുഷ്യരായി പറഞ്ഞ ആർക്കെങ്കിലും മറക്കാൻ പറ്റുമോ, വേദനിക്കാതിരിക്കുമോ? അത് എന്ന് പറഞ്ഞാൽ ആ രണ്ട് പെൺമക്കൾക്ക് അവരുടെ ജീവിതത്തിൽ ഒരു അച്ഛൻ്റെ സാന്നിധ്യം ഏറ്റവും അനിവാര്യമായ സമയമാണോ? ആ സമയത്താണെന്ന് പിടിച്ചു പറിച്ചു കൊണ്ടുപോയത്? അത് താങ്ങാൻ പറ്റുന്നതാണോ? ആ കുടുംബത്തിനല്ല, അച്ഛന്മാരും മക്കളും ഒക്കെ ഉള്ളവർക്ക് താങ്ങാൻ പറ്റുന്നതാണോ? പോട്ടെ. ശ്രീ മലയാലപ്പുഴ മോഹനൻ, ഇവിടെ താങ്കൾ തുടക്കം മുതൽ ആ കുടുംബത്തിൻ്റെ നിലപാടിനൊപ്പം പാറ പോലെ ഉറച്ചുന്ന വ്യക്തിയാണ്. താങ്കൾക്കൊരു ഇളക്കമുണ്ടോ എന്ന് ശ്രീ ജ്യോതികുമാർ ചാമക്കാലയും ശ്രീ MK ഹരിദാസും പറയുന്ന സംശയത്തിന് മറുപടി പറഞ്ഞോളൂ. അതോടൊപ്പം ഈ കുറ്റപത്രം സമർപ്പിക്കാൻ അനുവദിക്കരുത് എന്നൊരാവശ്യം ഇന്ന് കോടതിയിൽ ആവശ്യപ്പെട്ടു കുടുംബം. പക്ഷേ കോടതി അതൊന്നും അംഗീകരിച്ചില്ല. സത്യമായും ആ കുറ്റപത്രം സമർപ്പിച്ചാൽ നവീൻ ബാബുവിനെ കള്ളനാക്കി വെക്കാനുള്ള കൊളുത്തുകൾ ആ കുറ്റപത്രത്തിൽ ഉണ്ടാകും എന്ന് കുടുംബത്തിന് സംശയമുണ്ടോ ശ്രീ മലയാലപ്പുഴ മോഹനൻ? ശ്രീ ജ്യോതികുമാർ ചാമക്കാല പറഞ്ഞതിനെ പറ്റി പറയാനുണ്ട്. പ്രധാനമായും എൻ്റെ നിലപാടിൽ നിന്ന് മാറ്റം ഉണ്ടായോ എന്ന് അദ്ദേഹം സംശയിച്ചു. ഇക്കാര്യം സംബന്ധിച്ച് പറയുമ്പോൾ നിലപാടിൽ ഒരു മാറ്റം എനിക്ക് മാത്രമല്ല, ഞാൻ മലയാളപ്പുഴക്കാരെ സംബന്ധിച്ച് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. അത് മാത്രമല്ല, ജ്യോതികുമാർ ചാമക്കാലയൊക്കെ നല്ല ചർച്ചയ്ക്ക് വൈദഗ്ധ്യം നേടിയ ആളാണ്. നല്ലപോലെ സ്ഥിരമായി ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുമാണ്. അപ്പോൾ അദ്ദേഹത്തിനൊക്കെ ഉപകഥ പറയാൻ ഒരുപാട് ഉപകഥയൊക്കെ ഉണ്ടാവും. പക്ഷേ എനിക്ക് ഉപകഥയൊന്നുമില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ എടുത്തു പറയാം. ഇവിടെ ഈ CBI അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഞാൻ ആവശ്യപ്പെട്ടതല്ല. CBI അന്വേഷണം ഞാൻ ആവശ്യപ്പെട്ടതല്ല. ഞാൻ അന്വേഷിക്കപ്പെട്ട ആവശ്യം എന്ന് പറഞ്ഞാൽ സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നാണ്. അതെന്തുകൊണ്ട് പറഞ്ഞാൽ CBI പോലും എനിക്ക് അത്ര വിശ്വാസമില്ല. അത് കുറേ കൂടി ഫലപ്രദമായ അന്വേഷണം നടക്കണമെങ്കിൽ സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് ജുഡീഷ്യൽ അന്വേഷണം നടത്തണം. ഇതാണ് ഞാൻ ആദ്യം മുതൽ ആവശ്യപ്പെട്ടത്. അതാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ആ കുടുംബത്തെ സംബന്ധിച്ചോളം അവർ കുറേ കൂടി താല്പര്യം CBI അന്വേഷണമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ അതിനെല്ലാം അനുകൂലിച്ച് നിൽക്കുന്നത്. അതൊരു പ്രശ്നം. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇവിടെ അതേ ചർച്ച ചെയ്ത് പറഞ്ഞ ഒരു കാര്യമുണ്ടെന്ന് പറഞ്ഞാൽ CPM ഈ കാര്യത്തിലൊന്നും ഒരു കാര്യത്തിലും ഇടപെടുന്നില്ല. ബൈ ഇലക്ഷൻ വന്ന സന്ദർഭം വന്നുകൊണ്ട് ഇടപെട്ടു എന്ന് മാത്രമേ ഉള്ളൂ എന്നൊരു സംസാരം വന്നു. പക്ഷേ ഈ നവീൻ ബാബു മരണപ്പെട്ടിട്ട് 44 ദിവസമായി. ആദ്യത്തെ 10 ദിവസക്കാലം 63 നേതാക്കന്മാരാണ് ആ വീട്ടിൽ വന്നത്. ഒരു പാർട്ടിയല്ല, ആണും പെണ്ണും ഒക്കെയായി 63 നേതാക്കന്മാർ ആ കുടുംബത്തിൽ വന്നു. പക്ഷേ ആരെങ്കിലും പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? ഈ അന്വേഷണം എവിടെയായി അന്വേഷിച്ചിട്ടുണ്ടോ? ആ 63 പേര് വന്നിട്ട് പോയതിനു ശേഷവും കഴിഞ്ഞ ദിവസം ആ പേര് വീണ്ടും ഞാൻ കേൾക്കുന്നത് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു വാക്കിൽ കൂടിയാണ് നവീൻ ബാബു എന്ന് വാക്ക് പോലും കേട്ടത്. പിന്നെ എങ്ങനെ ആ CPM കുറ്റപ്പെടുത്താൻ കഴിയുന്നത്? ഓരോ സന്ദർഭം വരുമ്പോഴും ഇവിടെ ചർച്ച നടത്തിയല്ലോ. വന്ന് ചർച്ച നടത്തി എല്ലാവരും ആ കുടുംബത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഒരാൾ മാത്രമല്ല, എല്ലാവരും ഉണ്ട്. എന്തിനു പറഞ്ഞു? ഇപ്പോഴത്തെ ഒരു അനുഭവം പറഞ്ഞാൽ ഇന്നും ഒരു നേതാവ് വന്നിട്ട് പോയി. ഇപ്പം എന്താ ചെയ്യുന്നത്? ആ കുടുംബം CBI അന്വേഷണത്തിന് കോടതിയിൽ പോയിരിക്കുന്നു. ഒരു പക്ഷേ വേണമെങ്കിൽ കേന്ദ്രത്തെ കൊണ്ട് ഒരു CBI അന്വേഷണം പ്രഖ്യാപിക്കാമായിരുന്നല്ലോ. അത് ചെയ്യാമാവില്ലേ? അത് മാത്രമല്ലല്ലോ, സുരേഷ് ഗോപി ആ വീട്ടിൽ വന്നു. ആ കുടുംബത്തിൽ വന്നപ്പോൾ BJPക്കാരായിട്ടുള്ള നാട്ടിലെ ആളുകൾ ഏതാണ്ട് 1000 കണക്കിന് വീടുകളിലേക്ക് പോയി ഒപ്പിട്ട് വാങ്ങിച്ച് നിവേദനം കൊണ്ട് സുരേഷ് ഗോപിയുടെ കൈ കൊടുത്തു. CBI അന്വേഷണത്തിന് കൊടുത്തു. അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ മാധ്യമങ്ങളെല്ലാം ഉണ്ടല്ലോ. അവിടെ നിന്ന് ഇറങ്ങി റോഡിലിറങ്ങിയപ്പോൾ മാധ്യമങ്ങൾ ചോദിച്ചു, CBI അന്വേഷണത്തിന് പരാതി കിട്ടിയിട്ടുണ്ടല്ലോ, നടപടി ഉണ്ടോ എന്ന്. അദ്ദേഹം പറഞ്ഞത്, എന്ത് പരാതി? ഏത് പരാതി? എനിക്കങ്ങനെ പരാതി കിട്ടിയിട്ടില്ല. അപ്പോൾ എന്ന് ആലോചിക്കണം. ഇവിടെ വന്നിട്ടുള്ള ആളുകളെല്ലാം ഓരോരുത്തരും സ്വീകരിച്ചത് ആ കുടുംബത്തിന് നീതി ലഭിക്കാൻ വേണ്ടി, അന്ന് പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി ഒന്ന് ഒഴിച്ചാൽ ആരും പിന്നെ ഈ വിഷയത്തെ ചർച്ച ചെയ്തിട്ടില്ല. അതെന്താ മനസ്സിലാക്കാതെ പോകുന്നത്? അതുകൊണ്ട് മനസ്സിലാക്കാതെ പോകണ്ടേ? എന്നെ സംബന്ധിച്ചോളം പറയാം, ഈ കാര്യത്തിൽ പിന്നോക്കം പോകുന്ന പ്രശ്നമേ ഇല്ല. അല്ല ശ്രീ മലയാലപ്പുഴ മോഹനന്റെ ചോദ്യം, രണ്ടാമത്തെ ചോദ്യം, ഈ കുറ്റപത്രത്തിൽ അന്വേഷണം ഈ വട്ടിലാണെങ്കിൽ ഇത് CCTV അടക്കം നോക്കൂ, ആ ക്വാർട്ടേഴ്സിൽ പോയി കൈക്കൂലി കൊടുത്തു എന്നൊക്കെയാണല്ലോ ആരോപണം. ക്വാർട്ടേഴ്സിൻ്റെ CCTV എടുത്തിട്ടില്ല. ഈ കളക്ടറിൻ്റെ ചുറ്റുമുള്ള ഒരു CCTV എടുത്തിട്ടില്ല. നോക്കൂ മലയാലപ്പുഴ മോഹനൻ, അവിടെ എന്താണ് യാത്രയപ്പ് വേണ്ട എന്ന് AD നവീൻ ബാബു പറഞ്ഞു, വേണം എന്നൊക്കെ പറഞ്ഞ് സ്നേഹത്തിൽ വിളിച്ചിരുത്തി. ഈ ദിവ്യ മര്യാദയോട് പറയുമ്പോൾ മൂക്കും ചൊറിഞ്ഞിരുന്ന പ്രശാന്തിനെതിരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഒരു IAS വാഗ്പോവിൻ്റെ പേരിൽ ഒരു N പ്രശാന്ത് എന്ന് പറഞ്ഞ ഒരു മുൻ കളക്ടർക്ക് സ്ഥാനം തെറിച്ചു. ആ സമയത്ത് ഇയാൾ അവിടെ ഇപ്പോഴും ഇരിക്കുകയാണെന്നേ.
ഒരു നടപടി ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ ഈ അന്വേഷണം ഈ കുറ്റപത്രം സമർപ്പിച്ചാൽ നവീൻ ബാബുവിനെ കള്ളനാക്കാൻ നടത്തിയ നീക്കങ്ങളുടെ തുടർച്ച കുറ്റപത്രത്തിൽ ഉണ്ടാകും എന്ന കുടുംബം സംശയിക്കുന്നുണ്ടോ മലയാലപ്പുഴ മോഹനൻ? ഇല്ല, കുറ്റപത്രം സമർപ്പിച്ചാലും അന്വേഷണം തുടർന്നു പോകുന്നു ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്, പക്ഷേ കുറ്റപത്രം സമർപ്പിക്കേണ്ട എന്നൊരു ആവശ്യം കുടുംബം ഉന്നയിച്ചു. നിങ്ങൾ എതിർക്കേണ്ടതില്ല. ഇല്ലെങ്കിലും ഈ കുറ്റപത്രം സമർപ്പിക്കാൻ അനുവദിക്കരുത് എന്നൊരാവശ്യം ഇന്ന് കുടുംബ കോടതിയിലുണ്ട്. എന്റെ ചോദ്യം, ആ കുറ്റപത്രത്തിൽ നവീൻ ബാബുവിനെ കള്ളനാക്കാനുള്ള ഗൂഢനീക്കം ഉണ്ടാകുമോ എന്ന സംശയമുണ്ടോ? അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതുവരെയുള്ള അന്വേഷണം പരിശോധിക്കുമ്പം അങ്ങനെ സംഭവിച്ചുകൂടാഴിയില്ല. അതുകൊണ്ടാണ് ആവശ്യം ഉന്നയിച്ചേക്കുന്നത്. ശ്രീ മലയാലപ്പുഴ മോഹൻ, അങ്ങനെയാണെങ്കിൽ എന്തൊരു ഗുരുതരമായ സംശയമാണ്. നോക്കൂ, ഇവിടെ CPM ഒന്നടങ്കം പറയുന്നു ഞങ്ങൾ ആ കുടുംബത്തിനൊപ്പമാണ്, ADM നവീൻ ബാബു കുടുംബത്തിനൊപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. PP ദിവ്യ സ്വീകരിക്കാൻ ഇത് പറയുന്ന പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ അങ്ങോട്ടേക്ക് പോയി ആശ്വസിപ്പിക്കുകയാണ്. നമ്മുടെ കേഡറാണ്, അവരെ തിരുത്തണം എന്ന് പാർട്ടി സെക്രട്ടറി പിന്നെയും പറയുകയാണ്, തള്ളാനില്ല എന്ന് പറയുകയാണ്. നോക്കൂ ശ്രീ മലയാലപ്പുഴ മോഹനൻ, ഇവിടെ ഞാൻ നേരത്തെ MV ജയരാജൻ നാളുകൾക്ക് മാത്രം മുമ്പ് പറഞ്ഞത്, ഒരു കൂട്ടർ പറയുന്നു ADM നവീൻ ബാബു കൈക്കൂലി വാങ്ങി, വേറൊരു കൂട്ടർ പറയുന്നു നവീൻ ബാബു കൈക്കൂലി വാങ്ങിയിട്ടില്ല. ഇതിന്റെ സത്യാവസ്ഥ നാടിന് അറിയണമെന്ന് പറയുമ്പോൾ കണ്ണൂർ CPM പിന്നെയും അവിടെ കൊണ്ട് നിർത്തുകയാണ്. എവിടെ? സംശയത്തിന്റെ മുനമ്പിൽ. ആ വാക്ക് താങ്കൾ കേട്ടിരുന്നോ ശ്രീ മലയാലപ്പുഴ മോഹനൻ? അല്ല, അത് പ്രധാനമായും അത്തരം ചർച്ചകൾ ഉണ്ടാകുന്ന അടിസ്ഥാനത്തിലാണല്ലോ അടിയന്തരമായി ഹൈക്കോടതി പോകാൻ തീരുമാനിച്ചത്. ഭാവി നാളെയും അത്തരം ചർച്ചകൾക്കും അനാവശ്യമായ സംസ്ഥാനങ്ങൾ ഇടയുണ്ടാക്കാതിരിക്കാൻ വേണ്ടിയാണ് ഹൈക്കോടതി പോയത്. അതിന് തന്നെയാണ് പോയത്. ശരി, ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഈ കളക്ടറുടെ കാര്യത്തിൽ ഇപ്പോഴും അദ്ദേഹം പറയുന്നത് എന്താണ്? എന്തോ തെറ്റുപറ്റി എന്ന് പറഞ്ഞു. ഇനി റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോയി കഴിഞ്ഞാൽ അദ്ദേഹം ചോദ്യം ചെയ്തിരുന്നു കൊടുക്കില്ല. അദ്ദേഹം എന്താണ് ഈ പറയുന്ന സാധനങ്ങളൊക്കെ എഴുതി ഒരു കത്തിലാക്കി ഇട്ട് കൊടുക്കും. പിന്നെ എന്താണ് കുടുംബത്തിന് അയച്ച കത്തൊക്കെ ഉണ്ട്. ഇപ്പോഴും ഈ മഹാൻ ആ കസേരയിൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. അതിനിടയ്ക്ക് മുഖ്യമന്ത്രിയുടെ വീട്ടിൽ പോയി ദീർഘനേരം സംസാരിച്ചെന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഈ 84 പേജുള്ള ഈ കുടുംബത്തിൻ്റെ പരാതി വായിച്ചാൽ നടുങ്ങിപ്പോവും എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിൻ്റെ സംശയങ്ങൾ അങ്ങേയറ്റം ലോജിക്കാണ്, അങ്ങേയറ്റം ആധികാരികമാണ്. CBI അന്വേഷണത്തിന് വേണ്ടി സർക്കാർ സമ്മതിക്കും എന്ന് കരുതാമോ ജ്യോതികുമാർ ചാമക്കാല? ഞാൻ ആവർത്തിക്കുകയാണ്. ശ്രീ MV ഗോവിന്ദൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത് വരെ സർക്കാർ ഇതിനോടൊപ്പം യോജിക്കുമെന്നായിരുന്നു ഞാനും കരുതിയിരുന്നത്. കാരണം ഞാൻ അവരുടെ റിട്ട് പെറ്റീഷനിൽ കൊടുത്തിരിക്കുന്ന മുഴുവൻ ഡോക്യുമെൻറ്റ്സ് ഞാൻ വായിച്ചയാളാണ്. അതിൻ്റെ ആമുഖമായി 5 പേജും 79 പേജുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ടും അവരുടെ പെറ്റീഷനും ഞാൻ കൃത്യമായി വായിച്ചയാളാണ്. അതിനകത്ത് കാര്യകാരണ സഹിതം പറഞ്ഞിട്ടുണ്ട്. ആ റിപ്പോർട്ട് അല്ലെങ്കിൽ ആ പെറ്റീഷൻ വായിക്കുന്ന ആർക്കും അവരുടെ സംശയങ്ങൾ ന്യായമാണ് എന്ന് തോന്നും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും അത് കോടതിയുടെ പരിഗണനയിലിരിക്കുകയാണ്. ഇവിടെ ശ്രീ മലയാലപ്പുഴ മോഹൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു. മലയാലപ്പുഴ മോഹൻ, ഞാൻ ചോദിക്കുന്നത്, താങ്കൾ ജുഡീഷ്യൽ എൻക്വയറി വേണമെന്ന് ആവശ്യപ്പെട്ടോ? അല്ലെങ്കിൽ ആ കുടുംബത്തോടൊപ്പമാണ് നമ്മളെല്ലാം നിൽക്കുന്നത്. ഞങ്ങൾ വന്നിട്ട് പോയി, ശരിയാണ്, ഞങ്ങളെല്ലാവരും വന്നിട്ട് പോയി. ഞങ്ങൾ മാത്രമല്ല, നിങ്ങൾ 69 നേതാക്കന്മാരുടെ എണ്ണമേ എടുക്കുന്നുള്ളൂ. അവിടെ ശ്രീ നവീൻ ബാബുവിനെ അറിയാവുന്നതും അറിയാത്തവരുമായ എത്രയോ ആളുകൾ ഈ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും വന്നിട്ട് പോയി. അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ കാണുമ്പോൾ, അദ്ദേഹത്തിൻ്റെ മക്കളെ കാണുമ്പോൾ വിങ്ങിപ്പൊട്ടിയ എത്രയോ ആളുകൾ, മലയാളികൾ, മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവമല്ലേ? ആ ശവസംസ്കാര ചടങ്ങൊക്കെ TV യിൽ കണ്ടിട്ടുള്ള ആരാണ് ഒരു നിമിഷമെങ്കിലും വിറങ്ങലിച്ച് നിൽക്കാത്തത്? അപ്പോൾ അവരെല്ലാം ആ കുടുംബത്തോടൊപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചവരാണ്. അങ്ങനെ ഇരിക്കെ ആ കുടുംബം ഒരാവശ്യം വെച്ചിരിക്കുന്നു, ഞങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കപ്പെടുന്നില്ല, അതുകൊണ്ട് CBI എൻക്വയറി വേണം. അങ്ങനെ പറയുമ്പോൾ ഞങ്ങളാരും സഹായിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാണ് ഈ സർക്കാരെന്നേ? പിന്നെ എന്തിനാണ് നിങ്ങളുടെ പാർട്ടി? എന്നെക്കൊണ്ടത് പറയിക്കുന്നതാണ്, എന്നെക്കൊണ്ടത് താങ്കൾ പറയിച്ചതാണ്. എന്തിനാണ് CPM എന്നൊരു പാർട്ടി? എന്തിനാണ് CPM എന്ന പാർട്ടി നയിക്കുന്ന ഒരു സർക്കാർ ഈ സംസ്ഥാനത്ത്? CPMൻ്റെ കുടുംബം എത്രയോ വർഷമായി, പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ മാതാവ് അധ്യാപിക കൂടിയായിരുന്ന ടീച്ചർ ഉൾപ്പെടെ പഞ്ചായത്ത് മെമ്പറായിരുന്ന കുടുംബ പശ്ചാത്തലം ഉൾപ്പെടെ, അതൊക്കെ പോട്ടെ, ഇത്തരത്തിലൊരു മരണം ഉണ്ടായിട്ട് അതിനെ സംബന്ധിച്ച് ആ കുടുംബത്തിൻ്റെ സംശയങ്ങൾ ദൂരീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഒരു സർക്കാർ എന്തിനാണ് നീ? എന്നിട്ട് പോരെ പ്രതിപക്ഷത്തെയൊക്കെ പറയുന്നത്? ഞങ്ങളെ കൊണ്ട് പറയിക്കുന്നല്ലേ ഇതൊക്കെ? ഞങ്ങളിപ്പോഴും അവരുടെ നിങ്ങളെ കൊണ്ട് കഴിയില്ലെങ്കിൽ നിങ്ങൾ പറയുന്നേ, ഞങ്ങൾ ഏറ്റെടുക്കാം, ഇതിൻ്റെ തുറന്ന നടപടികൾ ഞങ്ങൾ ഏറ്റെടുക്കാം. ആ കുടുംബത്തോടൊപ്പം ഞങ്ങൾ നിന്ന് ദൈനംദിന കാര്യങ്ങൾ നിങ്ങൾ ഇടപെടുന്നുണ്ട്, CPM ഇടപെടുന്നു. അപ്പോൾ അങ്ങനെയൊന്നും പറഞ്ഞു പോരുത്. നമ്മുടെ വിഷയമാണ്, എൻ്റെയും മോഹൻ്റെയും വിഷയമാണ്, എൻ്റെയും ജയരാജിൻ്റെയും വിഷയമാണ്, എൻ്റെയും ഹരിദാസിൻ്റെയും വിഷയമാണ്, ഹാഷ്മിയുടെയും വിഷയമാണ്, നമ്മുടെ സമൂഹത്തിൻ്റെ വിഷയമാണ്. അങ്ങനെ ഇരിക്കെ ആ വിഷയത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടാകുന്നെങ്കിൽ അത് വീഴ്ചയാണെന്ന് പറയാനുള്ള ആർജവം അത് മോഹനും ഉണ്ടാകണം. പിന്നെ മിസ്റ്റർ ജയരാജ് വളരെ കൃത്യമായി പറഞ്ഞു,
തീർച്ചയായിട്ടും ആ കുടുംബത്തെ പിന്നെ ആ കുടുംബത്തിൻ്റെ സംശയങ്ങൾ ദൂരീകരിക്കേണ്ടതുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, അത് വായിച്ചു നോക്കിയാൽ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഇരിക്കെ ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ സർക്കാരിന് നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് എന്താ? ഇപ്പോൾ നിങ്ങളുടെ TV ചാനലിൽ താഴെ എഴുതി കാണിക്കുന്നുണ്ട്, പി രാജീവും രാജനുമൊക്കെ CBI എൻക്വയറി എന്ന ആവശ്യത്തെക്കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല എന്ന്. എന്തുകൊണ്ടാണ്? രാജന് ഉത്തമ ബോധ്യമുണ്ടായിട്ടില്ല. അദ്ദേഹമല്ലേ ഏറ്റവും ഉന്നതനായ ഒരു നേതാവ്, ഒരു ഭരണാധികാരി ആദ്യം പറഞ്ഞത് ഇദ്ദേഹം സംശുദ്ധമായ ഒരു ഔദ്യോഗിക ജീവിതത്തിൻ്റെ വക്താവാണെന്ന്, അവരുടെ ഷാഡോ ആയിട്ടുള്ള ലിസ്റ്റിലെ ഏറ്റവും ആദ്യത്തെ 4-5 പേരിൽ പെടുന്ന ആളാണെന്ന്. അങ്ങനെയുള്ള ഒരാളുടെ മരണത്തെ സംബന്ധിച്ച് അതിനെ സംബന്ധിച്ച് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ, അല്ലെങ്കിൽ ആ കുടുംബത്തെങ്കിലും ബോധ്യപ്പെടുത്താനുള്ള ബാധ്യത സർക്കാരിനില്ലേ? CPIക്കില്ലേ? കെ രാജനില്ലേ? അതുപോലെ തന്നെ പി രാജീവ് നിയമമന്ത്രിയല്ലേ? അദ്ദേഹത്തോട് ചോദിച്ചാൽ അതിന് മറുപടി പറയണ്ടേ? എന്തേ ഒളിച്ചു കളിക്കുന്നു? ആരെയാണ് നിങ്ങൾ ഭയക്കുന്നത്? അപ്പോൾ അവിടെയാണ് പ്രശ്നം. CPMൻ്റെ കണ്ണൂർ ലോബി, ആ ലോബിയിലെ ഒരാൾക്കെങ്കിലും പരിക്കേൽക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയാൽ അത് നിങ്ങൾക്ക് അംഗീകരിക്കാനാകില്ല. ഇവിടെ അതാണ്. PP ദിവ്യയിലേക്ക് മാത്രമായി ഇത് ഒതുങ്ങി നിൽക്കില്ല. എന്തേ പ്രശാന്തൻ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഈ തുടക്കം മുതൽ അവസാനം വരെയും ഈ വിഷയത്തിൽ പിന്നെ സംശയത്തിൻ്റെ അങ്ങേയറ്റം അദ്ദേഹം പ്രതിസ്ഥാനത്താണെന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കെങ്കിലും തർക്കമുണ്ടോ? അദ്ദേഹം പരാതി കൊടുത്തു എന്ന് പറയുന്നു, കൊടുത്തില്ല എന്ന് പറയുന്നു, 2 ഒപ്പുണ്ടെന്ന് പറയുന്നു, 3 ഒപ്പുണ്ടെന്ന് പറയുന്നു. അദ്ദേഹത്തെ ഇതിൽ കക്ഷിയാക്കാനെങ്കിലും ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ? ഈ നിമിഷം വരെ അദ്ദേഹത്തെ ഇതിനകത്ത് പ്രതിസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്തുകൊണ്ടായില്ലാത്തത്? ആ പ്രശാന്തൻ ഇതിനകത്ത് കിങ് പിന്നാണ്. ആ പ്രശാന്തനിലേക്ക് പോയാൽ ഇതിൻ്റെ പിന്നിലെ മുഴുവൻ എന്താ പറയുന്നത് സാമ്പത്തിക ഇടപാടുകളും ബിനാമി ഇടപാടുകളും പുറത്തു വരുമെന്ന് ബോധ്യമുണ്ട്. അതുകൊണ്ട് അവിടെ വെച്ച് അവസാനിപ്പിക്കാൻ നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. പോയ ആൾ പോയി, അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും നഷ്ടപ്പെട്ടു എന്ന നിലപാടിലേക്ക് പാർട്ടി പോകുന്നെങ്കിൽ കഷ്ടം എന്ന് മാത്രമേ പറയാനുള്ളൂ. അതല്ല വേണ്ടത്. ഇവിടെ നീതി ഉണ്ടാകണം. നീതി ലഭിച്ചേ മതിയാവൂ. അല്ല, ഞാൻ പറഞ്ഞത് അട്ടിമറിയാണെങ്കിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് തിരക്കുകളൊക്കെ കഴിഞ്ഞല്ലോ, അട്ടിമറിയാണ് പ്ലാനെങ്കിൽ വീണ്ടും നമ്മുടെ തെരുവുകൾ സമരപൂരിതമാകണം, വീണ്ടും പ്രതിപക്ഷ യുവജന സംഘടനകൾ തെരുവിലിറങ്ങണം, വീണ്ടും മാധ്യമങ്ങൾ നിരന്തരം ചർച്ചയാക്കണം. നമുക്ക് ചെയ്യാൻ കാര്യങ്ങളുണ്ടല്ലോ. അങ്ങനെ അട്ടിമറിച്ച് നോക്കിയിരിക്കാൻ പറ്റുമോ ശ്യാമക്കാല? ഞാൻ ഹാഷ്മി പോരെ പ്ലീസ് നോക്കൂ. നമ്മൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്കും കുടുംബം ഒരു ആവശ്യം മുന്നോട്ട് വെച്ചു. നമ്മൾ ആ ആവശ്യത്തെ സംബന്ധിച്ച് ഇന്നലെയും ഇന്നുമായി പൊതുസമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് പാർട്ടിയുടെ ഔദ്യോഗിക നിലപാട് വന്നിട്ട് മണിക്കൂറുകളല്ലേ ഉള്ളൂ. അതിനു മുമ്പ് തന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലോ ആ കുടുംബത്തിന്റെ ആവശ്യം അംഗീകരിക്കണമെന്ന്. നമുക്ക് വരും ദിവസങ്ങളിൽ നോക്കാം. നമുക്ക് എല്ലാവർക്കും എല്ലാവർക്കും രാഷ്ട്രീയം മറന്ന കുടുംബത്തോടൊപ്പം നിൽക്കാം. താങ്കൾ ആദ്യ ഊഴത്തിൽ താങ്കൾ എണ്ണി പറഞ്ഞ കാര്യങ്ങൾ താങ്കൾ പറഞ്ഞു. എണ്ണി പറഞ്ഞ കാര്യങ്ങളിലെ അവ്യക്തത നീക്കാൻ CBI വരണ്ട. ജയരാജ്, ഈ അന്വേഷണ സംഘം വേണ്ട. ആദ്യം അന്വേഷിച്ച SHO വേണമെങ്കിൽ അദ്ദേഹം മനസ്സ് വെച്ചാൽ ഈ പറയുന്ന അവ്യക്തത നീക്കാൻ ആ ഒറ്റ ഉദ്യോഗസ്ഥ മാത്രം മതി. ഉണ്ടായിട്ടില്ലല്ലോ, ദിവസം ഇത്രയായി, ആ അവ്യക്തത അങ്ങനെ നിൽക്കുക. ഏറ്റവും പ്രധാനം, നമ്മൾ ഈ നവീൻ ബാബു മരിച്ച് അതിൻ്റെ ഞെട്ടലിൽ വേദനയിൽ നാട് നിൽക്കുന്ന അതേ സമയത്ത് മാധ്യമങ്ങൾ ന്യൂസ് ഡെസ്കിലേക്ക് ഈ പറഞ്ഞ കള്ളപ്പരാതി എത്തിയില്ലേ? ഈ കള്ളപ്പരാതി ഉണ്ടാക്കിയത് എവിടെയാണ്? ആരാണ് ഒപ്പിട്ടത്? ആരാണ്? പ്രശാന്തനായതും പ്രശാന്തൻ പിന്നെ വീണ്ടും പ്രശാന്തായതും എനിക്ക് 2 ഒപ്പുണ്ട് എന്ന് ഇയാൾ പറയുന്നതിൻ്റെ വസ്തുത എന്താണെന്ന് ഈ പോലീസ് അന്വേഷിക്കാൻ പറ്റത്തില്ലേ? അപ്പോൾ പോലീസ് വേണ്ടെന്ന് വെക്കുന്നതാണ്. ഇതിൽ വ്യക്തത വരുത്തേണ്ട എന്ന് SIT ബോധപൂർവ്വം തീരുമാനിക്കുന്നതല്ലേ? ആ തീരുമാനം ആരുടെ തീരുമാനമാണ് ജയരാജ്? SIT അന്വേഷണം നടത്തിയതല്ലേ? SIT അന്വേഷണം നടത്തിയിട്ട് SITയുടെ തെളിവുകളൊക്കെ അതിനകത്ത് ഒത്തിരി ലൂപ്പ് ഹോൾസ് ഉണ്ട്. അവർ കൊടുത്തേക്കുന്ന പരാതി വായിച്ച് നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവും. SIT കൊടുത്ത ഇതിനകത്ത് കുറേ അധികം ലൂപ്പ് ഹോൾസ് ഉണ്ട്. ഒന്ന്, CCTV ഫുട്ടേജ് അവരെടുത്തിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞതാണ് കുറേ തിടുക്കം പിടിച്ച് എന്തിനാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ സ്വീകരിച്ചതെന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നില്ല. മൂന്നാമത്തത്, ഈ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് ഈ ഒപ്പിട്ടത് ഈ പ്രശാന്തൻ്റെ വിഷയങ്ങളിലൊന്നും ഇതിനകത്ത് പരിഗണിക്കുന്നില്ല. അതുകൊണ്ടാണ് കുടുംബം ആവശ്യപ്പെട്ടത് CBI എൻക്വയറി. ഇപ്പോൾ CBI എൻക്വയറി വിടുന്നതിന് എന്താ കുഴപ്പം? CBI എൻക്വയറിക്ക് തന്നെ പോട്ടെന്നേ. അല്ല, CBI എൻക്വയറി അല്ലല്ലോ ഇവിടെ പ്രശ്നം. ഈ കുടുംബം CBI അന്വേഷണം ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദ്യം കൂടി ഉണ്ടല്ലോ. എൻ്റെ ചോദ്യം, ഇതിൻ്റെ അടിസ്ഥാനപരമായ സംശയങ്ങൾ ദൂരീകരിക്കാൻ ആഭ്യന്തര വകുപ്പും പോലീസും വിചാരിച്ചാൽ നടക്കുമെന്നിരിക്കെ അത് ദൂരീകരിക്കേണ്ടതില്ല. ഈ പറയുന്ന പ്രശാന്തൻ കൊടുത്തു എന്ന് പറയപ്പെടുന്ന നവീൻ ബാബുവിനെ കള്ളനാക്കാൻ കെട്ടിയിറക്കിയ പരാതി ഏത് മേൽ ഉണ്ടാക്കി എന്നത് പോലീസ് അന്വേഷിക്കേണ്ടതില്ല. ഈ പറയുന്ന കാര്യങ്ങളൊന്നും പോലീസ് സ്വീകരിക്കേണ്ടതില്ല, ശേഖരിക്കേണ്ടതില്ല. നോക്കൂ ശ്രീ B. ജയരാജ്, ഇവിടെ ആദ്യം ഈ പറയുന്ന SHO അന്വേഷിച്ചതിൽ നിന്നും SIT ഉണ്ടായി. അന്വേഷണം ഒരു കഴഞ്ച് മുന്നോട്ട് പോയോ? കല്ലിന് കാറ്റ് പിടിച്ച പോലെ അങ്ങനെ ഇരിക്കുകയാണ് അന്വേഷണ സംഘം. ജയരാജ്, ഇത് ആരുടെ ഉത്തരവാണ്? മിണ്ടാതിരിക്കുക SIT എന്നുള്ള ഉത്തരവ്. അങ്ങനെയൊന്നും അല്ല ഹാഷ്മി ഇതിനെ കാണേണ്ടുന്നത്. ഇതിനകത്ത് കൃത്യമായിട്ട് ഇന്നത്തെ പരാതിയിൽ തന്നെ ഇത്തരം വിഷയങ്ങളൊന്നും അവരുടെ അന്വേഷണ വിഷയമല്ല.
നവീൻ ബാബുവിൻ്റെ മരണത്തിനെക്കുറിച്ച് കൃത്യമായിട്ട് ആ കുടുംബത്തിന് നീതി ലഭിക്കണം, അതിനുവേണ്ടി ഇന്ന കാര്യങ്ങളിൽ വീഴ്ച വന്നിട്ടുണ്ട്, അതിനു വേണ്ടിയിട്ട് CBI അന്വേഷണം വേണമെന്നാണ് പറഞ്ഞത്. അല്ലാതെ പ്രശാന്തൻ എത്ര ഒപ്പിട്ടെന്നോ, പ്രശാന്തൻ കള്ളപ്പരാതി കൊടുത്തെന്നോ, പ്രശാന്തൻ്റെ ബിനാമി ഇടപാടുകളോ അതിൻ്റെ തുടർക്കഥകളോ അത്തരം കഥകളൊന്നും ഇവിടെ ആരെയും ബാധിക്കുന്ന വിഷയങ്ങളൊന്നും അല്ല. ഇത് കൃത്യമായിട്ടൊരു അന്വേഷണം ബാധിക്കുന്ന വിഷയങ്ങളാണ്. അതിന്റെ ഗൂഢാലോചന പാർട്ടാണ്. ആ ഗൂഢാലോചന പാർട്ടിൽ കമാൻ അന്വേഷിക്കുന്നില്ല, ആലോചിക്കുന്നില്ല. SIT നമുക്കറിയില്ലല്ലോ അന്വേഷിക്കുന്നുണ്ടോ അന്വേഷിക്കുന്നില്ലയോ എന്നുള്ള കാര്യം. കോടതിയുടെ പരിഗണനയിൽ നിൽക്കുന്നൊരു വിഷയമാണ്. നമുക്ക് ഇന്ന് കൊണ്ട് പറയാൻ പറ്റില്ല നടത്തിയോ നടത്തിയില്ലയോ എന്നൊന്നും. എന്തായാലും പാർട്ടി സെക്രട്ടറി പറഞ്ഞ നിലപാട് ഇന്ന് CBI അന്വേഷണം, CBIയെക്കുറിച്ച് ജനറലായിട്ട് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റാണ്. അന്വേഷണം നടക്കുന്നുണ്ടോ, നാളെ അദ്ദേഹം അത് മാറ്റി പറയും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മൊത്തമായിട്ട് വാർത്ത വ്യക്തമായിട്ട് കേൾക്കുന്നതിന് മുമ്പെയാണ് പാർട്ടി സെക്രട്ടറി അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞതെന്നാണ് എൻ്റെ വിശ്വാസം. അല്ലെങ്കിൽ അങ്ങനെ പറയില്ല. ഒരു കാര്യം ഉറപ്പായിട്ട്, ആഭ്യന്തരമന്ത്രി ശ്രീ പിണറായി വിജയനാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇതിനകത്ത് അന്വേഷണം നടക്കുകയും ചെയ്യും. അല്ലാതെ ഈ പറഞ്ഞ കണക്കോലെ കണ്ണൂർ ഒരു പാർട്ടി, മലയാലപ്പുഴ വേറൊരു പാർട്ടി, പത്തനംതിട്ട വേറൊരു പാർട്ടി, അങ്ങനെയൊന്നും CPM-നില്ല. CPM-ന് ഒരു പാർട്ടിയേ ഉള്ളൂ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. അത് ഇന്ത്യയിലും കേരളത്തിലും എല്ലായിടവും ഒരുപോലെ തന്നെയാണ്. അതിൻ്റേതായ ഘടനയുണ്ട്. അനുസരിച്ചാണ് പോകുന്നത്. പിന്നെ ഗവൺമെൻറ് എന്ന് പറയുമ്പോഴത്തേക്കും പീപ്പിൾസ് റെപ്രസെൻറ്റേറ്റീവ് ആണ്. പൊതുജനങ്ങളുടെ കാര്യങ്ങൾ കൂടുതൽ, പാർട്ടിക്കാരുടെ കാര്യം മാത്രം നോക്കിയാൽ പോരല്ല ഗവൺമെൻറ്റിന്. പാർട്ടിക്കാരല്ലാത്തവരുടെ കാര്യം നോക്കണം, പൊതുസമൂഹത്തിൻ്റെ കാര്യം നോക്കണം, അല്ലാത്തവരുടെ കാര്യം നോക്കണം. അവിടെ എല്ലാം ഫ്രീ ആൻഡ് ഫെയർ ആയിട്ടുള്ള ഒരു ഇടപെടലാണ് എല്ലാ ഗവൺമെൻറ്റുകളിൽ നിന്നും. അത് കോൺഗ്രസ് ആയിക്കോട്ടെ, ഇടതുപക്ഷം ആയിക്കോട്ടെ, എല്ലാ ഗവൺമെൻറ്റുകളിൽ നിന്നും ജനങ്ങൾ, പൊതുസമൂഹവും ആഗ്രഹിക്കുന്ന അത്തരത്തിലുള്ള ഇടപെടലുകളാണ്. ആ ഒരു ഇടപെടൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഉണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ആ വിശ്വാസത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ CBI വന്നാൽ ഇപ്പോൾ പ്രതിപക്ഷം പല കാര്യങ്ങൾ പറഞ്ഞതുപോലെ ഇൻ കോർട്സ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള തുരങ്ക ഒത്തുതീർപ്പ് ഉണ്ടാവുന്നില്ലെങ്കിൽ, ഈ പരാതിയിലേക്ക് അന്വേഷണം പോയാൽ, ഈ പരാതി തയ്യാറാക്കുന്നതിലേക്ക് അന്വേഷണം പോയാൽ, അതാരൊക്കെ എവിടെയൊക്കെ ഏതൊക്കെ കോണുകളിൽ ബുദ്ധിമുട്ടിക്കുമെന്ന ആശങ്ക ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് 6-ാം തീയതി കോടതിയിൽ കാണാം സർക്കാർ നിലപാട്. MK ഹരിദാസ്, ഈ കേസ് അന്വേഷണത്തിന്റെ തുടക്കം മുതൽ ഒന്ന് സൂക്ഷ്മമായി നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. എന്താണ് മനസ്സിലാവുന്നത്? ഇത് ഒരു മനുഷ്യനെ വാക്കുകൊണ്ട് കൊലയ്ക്ക് കൊടുത്തതും അതിൻ്റെ പിന്നിലെ ഗൂഢാലോചന ഒന്നുമല്ലെന്ന് അന്വേഷിക്കുന്നത്. അന്വേഷണം എന്താണ്? കേട്ടുകഴിവില്ലാത്ത വണ്ണം മരിച്ചുപോയൊരു മനുഷ്യൻ കൈക്കൂലി വാങ്ങിയിട്ടുണ്ടോ എന്ന അന്വേഷണമല്ലേ നടക്കുന്നത്? അല്ലെങ്കിൽ കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള നീക്കങ്ങളിൽ നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഇല്ലാത്ത വിജിലൻസ് അന്വേഷണം, ഇല്ലാത്ത കള്ളപ്പരാതികൾ, ഇല്ലാത്ത ഒക്കെ കോടതിയിൽ വരുന്നത്. അതിനുശേഷം കോടതി മുറിക്ക് പുറത്തിറങ്ങിയെന്ന് വിശ്വൻ വക്കീൽ ഇയാളെന്തോ മാരക കുറ്റക്കാരനാണ് എന്ന രീതിയിൽ ഈ സംശയത്തിൻ്റെ ക്ലൗട്ട് നിലനിർത്താൻ ശ്രമിക്കുന്നത്. ദിവ്യയ്ക്ക് ജാമ്യം കിട്ടിയ എപ്പിസോഡ് കഴിഞ്ഞു. ആ മരിച്ച ആളെ കള്ളനാക്കുന്നതിൻ്റെ വേദനാജനകമായ അടുത്ത എപ്പിസോഡിൻ്റെ തുടക്കമാണോ സാർ ഈ 6-ാം തീയതി മുതൽ നമ്മൾ കാണാൻ പോകുന്നത്? എത്ര ക്രൂരമാണ് ഹാഷ്മി, എത്ര നിന്ദ്യമാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിലപാടിനേക്കാൾ നിലനിൽപ്പാണ് പ്രധാനമെന്ന് വരികിലേ നാളെ ഈ നവീൻ ബാബു എന്ന് പറയുന്ന മനുഷ്യനും CPM എന്ന് പറയുന്ന പാർട്ടിക്ക് കുലംകുത്തിയായി മാറാൻ അധികം സമയമൊന്നും വേണ്ട. അത് താങ്കൾ ചോദിച്ചതിന് മുഴുവൻ ഞാൻ പിന്നീട് പറയാം. തുല്യനീതി നടപ്പാക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നതെന്ന് നമ്മൾ നവകേരള യാത്രയിൽ കണ്ടതല്ലേ. ഹെൽമറ്റ് കൊണ്ടും കല്ലുകൊണ്ടും യൂത്ത് കോൺഗ്രസ്സുകാരെ തലക്കിടിച്ചതിന് ശേഷം ഈ മുഖ്യമന്ത്രിയിൽ നിന്ന് ലഭിച്ച നീതി നമ്മൾ കണ്ടതല്ലേ. ആലപ്പുഴയിൽ വെച്ചൊരു വികലാംഗനെ സ്വന്തം ഗവൺമെൻറ് അടിച്ച് എന്താ പറയേണ്ടത് അത്രയേറെ അവശനാക്കിക്കൊണ്ട് ആ പാവപ്പെട്ട ആ വികലാംഗന് നീതി ലഭിക്കുന്നത് നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയതുകൊണ്ട് ഇവിടെ തുല്യമായിട്ട് CPM-കാർക്കല്ല മറ്റുള്ളവർക്ക് നീതി ലഭിക്കുമെന്ന് ഇവിടെ ആരോ ചർച്ചയിൽ പറയുന്നത് കേട്ടപ്പോൾ ഈ 2 ഉദാഹരണം കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ എത്ര ധന്യരാണ്. താങ്കൾ ഈ ചോദിച്ചത് വളരെ പ്രധാനപ്പെട്ടൊരു സംഗതിയല്ലേ ശ്രീ ഹാഷ്മി. എന്തൊരു അനീതിയാണ് ഈ കാണിക്കുന്നത്. ഈ യഥാർത്ഥത്തിൽ എന്താണോ കേസ് അന്വേഷിക്കേണ്ടത് അത് മറച്ചു വെച്ചുകൊണ്ട് ഈ പാവപ്പെട്ട മനുഷ്യൻ കൈക്കൂലി വാങ്ങിയോ എന്നുള്ളതിൻ്റെ കാര്യത്തിലേക്ക് ഈ അന്വേഷണം കൊണ്ട് ചെന്നെത്തിക്കാൻ കാണിക്കുന്ന വ്യഗ്രത, ഇതാണോ പാർട്ടി കുടുംബത്തോട് കാണിക്കേണ്ടത്? ഇതാണോ 40-45 കൊല്ലം മുമ്പ് ഒരു പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള ഒരു സ്ത്രീയുടെ മകനോട് കാണിക്കേണ്ട നീതി ഇതാണോ? ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഞാൻ പറയുന്നത് കൊണ്ട് അങ്ങ് ഒന്നും വിചാരിക്കരുത്. ഇവിടെ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം ഹൈക്കോടതിയിൽ പോയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ചിട്ടാണ്. ഇവിടെ ഒരു കൊള്ളരുതാത്ത കളക്ടറുടെ പിടിപ്പുകേട് കൊണ്ട് കൂടിയാണ് ഈ മനുഷ്യൻ ആത്മഹത്യയാണ് ചെയ്തിട്ടുള്ളത്. ആ കളക്ടറെ ആ സീറ്റിൽ നിന്ന് മാറ്റാൻ ഒരു പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചുമതലയൊക്കെ അങ്ങേയറ്റം വലുതല്ലേ. ഒരു പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടോകോൾ പ്രകാരം മുഖ്യമന്ത്രിക്ക് നേരെ താഴെയുള്ള വ്യക്തിയല്ലേ. എന്നിട്ട് നിങ്ങൾ പറയുന്നത് എന്താ? ഞങ്ങൾ നോക്കൂ, ഇപ്പോൾ കുറേ നേതാക്കന്മാർ അവരുടെ വീട്ടിൽ പോയിട്ടുള്ളൊരു അവസ്ഥയും അവരെ പുറത്ത് തട്ടി ആശ്വസിപ്പിക്കലും അല്ല അവർക്ക് വേണ്ടത്. അവരുടെ സത്യസന്ധനായ ഒരു ഭർത്താവ്, അവരുടെ സത്യസന്ധനായ ഒരു അച്ഛൻ,
സത്യസന്ധനായിട്ട് ജോലി ചെയ്തു എന്നതിൻ്റെ പേരിൽ ആ വ്യക്തിയുടെ ജീവൻ വെടിയേണ്ട ഒരു സാഹചര്യം വന്നു. ആ സാഹചര്യം എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു? അതിന് ഉത്തരവാദികൾ ആരാണ്? അവരുടെ പേര് വിവരവും അവർക്ക് കൃത്യമായ ശിക്ഷയും വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷം എന്ന നിലയിൽ ഇപ്പം കേരളത്തിലെ കോൺഗ്രസ് കാണിക്കുന്നതും BJP കാണിക്കുന്നതും അങ്ങേയറ്റം മോശമായിട്ടുള്ള കാര്യമാണ്. ഈ ബൈ ഇലക്ഷന് മുമ്പ് BJPക്കാരും കോൺഗ്രസ്സുകാരും അവരുടെ വീട് സന്ദർശിച്ച് കാണിച്ചു കൂട്ടിയതൊക്കെ കേവലം പ്രഹസനമാണ് എന്ന് തോന്നുമാറാണ്. ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വന്നിട്ട് 4-5 ദിവസമായില്ലേ? താങ്കൾ പറഞ്ഞു അവർ ഹൈക്കോടതിയിൽ പോയിരിക്കുന്നത് ഈ കേസ് CBI അന്വേഷിക്കാനാണ്. ഈ വൃത്തികെട്ട ഒരു കളക്ടറെ ഇന്നും അവിടെ അതേ സീറ്റിലിരുത്തിക്കൊണ്ട് ഇവിടുത്തെ ആ ജില്ലയുടെ ഭരണം നടത്തിക്കൊണ്ട് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ കണ്ണൂർ ജില്ലയിലുള്ള കോൺഗ്രസ്സുകാർക്ക് അപമാനമല്ലേ? നിങ്ങൾ ആ കളക്ടറെ മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് സമരമാണ് കണ്ണൂർ നടത്തിയിരിക്കുന്നത്? ഒരു സമരവും നിങ്ങൾ കണ്ണൂരിൽ നടത്തിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പ്രതിപക്ഷം എന്ന് പറഞ്ഞവർക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്തു എന്ന് നിങ്ങൾ പറയുമ്പോൾ അത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്ന വിധത്തില്ല. കാരണം ഞാനിന്ന് ഈ ചർച്ചയ്ക്ക് വരുമ്പോൾ എന്നോട് കുറേ കോൺഗ്രസ്സുകാരാണ് പറഞ്ഞത്, കോൺഗ്രസ് ഒന്നും ഈ കാര്യത്തിൽ കാര്യക്ഷമമായിട്ടുള്ള ഒരു ഇടപെടൽ ഈ കളക്ടറുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ അതല്ല ഒരു പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്വം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സമയം തീരണമെങ്കിൽ കൂടി ജ്യോതികുമാർ ചാമക്കാല ഈ ഹർജിയിൽ കുടുംബം പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? ഈ എന്താണ് ഒരു ജില്ലാ മജിസ്ട്രേറ്റാണ്, വലിയ ഒരു പരമാധികാരിയാണ്. ആ പരമാധികാരിക്ക് താഴെ ഇരിക്കുന്ന ഈ പറയുന്ന കളക്ടറിലെ ഉദ്യോഗസ്ഥന്മാർ എന്തെങ്കിലും കണ്ടാൽ ഈ അധികാരി മുകളിലിരിക്കുമ്പോൾ അവർ പറയാൻ ധൈര്യപ്പെടുവോ? അപ്പോൾ അയാളെ അവിടെ നിന്ന് മാറ്റി നിർത്തി അന്വേഷിക്കണം. കോൺഗ്രസ് ഇടപെടണ്ടേ? പ്രതിപക്ഷം ഇടപെടണ്ടേ? നോക്കൂ, തീർച്ചയായും നോക്കൂ ശ്രീ ഹരിദാസ് പറഞ്ഞത് ശരിയാണ്. പക്ഷേ അതിനകത്തൊരു ഭാഗം കൂടി ചിന്തിക്കണം. ഇവിടെ ഒരേപോലെ തന്നെ കണ്ണൂർ ലോബിയും അതുപോലെ തന്നെ പത്തനംതിട്ട ലോബിയും രണ്ട് ഭാഗത്തു നിന്നുകൊണ്ട് ഈ പറയുന്ന നമ്മളോടൊപ്പമുള്ള ശ്രീ മോഹൻ ഉൾപ്പെടെ ആ കുടുംബത്തോടൊപ്പമാണെന്ന് പറയുകയും അവരിതിൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുകയും അവരിതിനു വേണ്ടിയുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ അതിനകത്ത് കളക്ടറുടെ കാര്യത്തിൽ ഉൾപ്പെടെ നടപടി ഉണ്ടാകേണ്ടത് ഏത് ഭാഗത്തു നിന്നാണ്? ഇവിടെ ഭരണഘടനയെ കുന്തവും കുടച്ചക്രവും എന്ന് വിശേഷിപ്പിച്ച മന്ത്രി ഇപ്പോഴും ആ സ്ഥാനത്ത് തുടരുന്നു എന്നുള്ള യാഥാർത്ഥ്യവും നമ്മൾ മറക്കരുതല്ലോ. അത് സമരം നടത്തിയാലാണോ അങ്ങനെ രാജിവെക്കേണ്ടത്? നോക്കൂ, ഒരു കോടതി വിധി അല്ലെങ്കിൽ ഒരു അന്വേഷണം നടത്തി ആ അന്വേഷണത്തിൻ്റെ ബേസിലുണ്ടാക്കിയ കോടതിയിൽ കൊടുത്ത് ആ FIR ക്വാഷ് ചെയ്തതിന് ശേഷം മന്ത്രിയായി. എന്നാൽ മേൽക്കോടതി അത് വീണ്ടും തള്ളിക്കളയുകയാണ്. അതായത് പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു. എന്നിട്ടും ആ മന്ത്രിയെ സംരക്ഷിക്കുന്ന ഈ സർക്കാരിനോട് വെട്ടാൻ പോകുന്ന പോത്തിനോട് വേദമോതിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇവിടെ നീതിന്യായം നടപ്പാക്കണമെങ്കിൽ കോടതി വഴി നടക്കൂ എന്ന് നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങൾ സമരം നടത്തിയതിനെക്കുറിച്ച് അതൊക്കെ ശ്രീ ഹരിദാസ് പരിശോധിച്ച് നോക്കിയാൽ മതി. DCCയുടെ നേതൃത്വത്തിൽ തന്നെ കണ്ണൂരിൽ നടത്തിയിട്ടുള്ള സ്റ്റേഡിയം കോർണറിൽ നടത്തിയിട്ടുള്ള സമരം എത്ര ദിവസം നീണ്ടു നിന്നും അന്വേഷണം ആരംഭിച്ചതിന് ശേഷം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടായതിനു ശേഷമാണ് സമരം അവസാനിപ്പിച്ചിട്ടുള്ളത് എന്നുമൊക്കെ നമുക്ക് ബോധ്യമുള്ള കാര്യമാണ്. ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആ കുടുംബത്തിന് പോലും അതിൽ തൃപ്തി ഉണ്ടായിരുന്നു എന്ന കാര്യവും നമ്മൾ മറക്കരുത്. ആ കുടുംബത്തിൻ്റെ തൃപ്തി അനുസരിച്ച് തന്നെയാണ് നമ്മൾ അന്ന് സമരം നടത്തിയിട്ടുള്ളത്. ഏറ്റവും അവസാനം ഇപ്പോൾ ആ കുടുംബം കോടതിയിലേക്ക് പോയിരിക്കുന്നു. തീർച്ചയായിട്ടും ആ കോടതിയിൽ പോയപ്പോൾ തന്നെ പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധം വന്നിട്ടുണ്ട്. ആ പിന്നെ CBI എൻക്വയറിക്ക് അനുകൂലമായ സ്റ്റാൻഡ് സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശ്രീ ഹരിദാസ് പറയുന്നത് പോലെ നാളെ രാവിലെ ഞങ്ങൾ പന്തം കൊളുത്തി അല്ലെങ്കിൽ പിന്നെ കേരളം മുഴുവൻ തച്ചു തകർത്തുകൊണ്ട് മുന്നോട്ട് പോകുകയല്ല വേണ്ടത്. അക്രമ സമരങ്ങളിൽ നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരു വശത്ത് നിൽക്കുന്നത് അടിസ്ഥാനപരമായി ഒരു മരിച്ച മനുഷ്യനാണ്. ഇവിടെ കള്ളൻ എന്ന ആക്ഷേപം ഉയരുമ്പോൾ ഞാൻ വാങ്ങിയിട്ടില്ല എന്ന് നേരിട്ട് വന്ന് പറയാൻ കഴിയാത്തവണ്ണം ദുർബലനായ ഒരു കക്ഷിയാണ് ഒരു കക്ഷി. അപ്പോൾ അദ്ദേഹത്തിന് നീതി വാങ്ങിക്കൊടുക്കൽ നാടിൻ്റെ ആവശ്യമാണ്. ഏതെങ്കിലും തരത്തിൽ അട്ടിമറി സംശയിക്കുകയാണെങ്കിൽ വീണ്ടും പ്രതിപക്ഷം സമരമായി ഇറങ്ങണം. അതിന് യുവജന സംഘടന DYFI അടക്കം യുവജന സംഘടനകൾ സമരമായി ഇറങ്ങേണ്ടതിൻ്റെ ആവശ്യകത ഉണ്ട്. നടക്കാനിരിക്കുന്ന ആ സമരങ്ങൾക്ക് മുൻകൂർ അഭിവാദ്യം അർപ്പിക്കുന്നു. എൻകൗണ്ടർ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.